ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് പർപ്പസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ ലേണേഴ്സും UG PG ലേണേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ലേണിംഗ് ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ഉള്ള ഒരു സെഷൻ ആണ് ഇന്നത്തേതെന്ന് നമുക്ക് പറയാവുന്നതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ലേൺ വൈസിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേൺ വൈസിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്നത് അഡൽട്ട് ലേണേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് പാസ്റ്റ് 1 വീക്ക് ആയിട്ട് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസിൽ പല സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും റൊട്ടീൻസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഡയറക്ഷൻസ് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു നോളജ് അവൈലബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ വ്യൂ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി ഓഫ് ലേണേഴ്സ് അഡൽട്ട് ലേണേഴ്സ് എന്ന കാറ്റഗറിയിലേക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് ഇത് എങ്ങനെ മാച്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കംപ്ലീഷൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ട് ഇന്നത്തെ സെഷൻ വരെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടാവുക നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ബിസി ലൈഫ് ഷെഡ്യൂൾസുമായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസുമായിട്ടും ഒക്കെ നമ്മൾ എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഈ ഒരു സെഷനിൽ ഈ ഒരു സെയിം കൺഫ്യൂസ്ഡ് മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെയിം എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് 2 or 3 years ബാക്ക് സെയിം നമ്മുടെ ഈ ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണ് ഇന്ന് നമുക്ക് ഇവിടെ അലുമിനീസ് ആയിട്ട്, അതായത് അവരുടെ ലേണിംഗ് ജേർണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അലുമിനീസ് ആയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അവർ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ മെത്തേഡ്സ് ആണ് അവരുടെ ആ ഒരു ലേണിംഗ് ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിന്റെ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾക്ക് ശരിക്കും അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന മെത്തേഡ്സ് തന്നെ ആയിരിക്കും ആസ് എ ലേണർ എന്നുള്ള രീതിക്ക്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ലിസൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇംപ്ലിമെന്റഡ് ആയി തോന്നുന്ന മെത്തേഡ്സ് നിങ്ങൾ അത് എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു ക്യുക്ക് റിമൈൻഡർ എന്നുള്ള രീതിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ എവ്രി വൺ ഈസ് യുണീക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അല്ലെങ്കിൽ എവ്രി വൺ ഹാസ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. സോ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് ഈ ഒരു സെഷനിലൂടെ അവൈലബിൾ ആവുന്നത്. നമ്മൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിസോഴ്സ് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്നും അവൈലബിൾ ആവുന്നുണ്ടാവും. സോ നമ്മൾ ഈ ഒരു സെഷൻ ലീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസസ് കേട്ടതിൽ നിന്നും ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മുടെ കമ്മിങ് വീക്കിലെ സ്റ്റഡി റൊട്ടീനിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു സെഷന്റെ സക്സസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മളുടെ അലുമിനീസിനെ ഇൻവൈറ്റ് ചെയ്യാവുന്ന നെക്സ്റ്റ് സെഷനിലേക്ക് കടക്കാം. സോ അലുമിനീസിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഹന മാമിലേക്ക് ഈ ഒരു സെഷൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓവർ ടു യു ഹന മാം. താങ്ക് യു ദുർഗ മാം. ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്റെ പേര് ഹന എന്നാണ്. ഞാൻ സൈക്കോളജി മെന്റർ ആണ്. അപ്പൊ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇവിടെ നമ്മുടെ 6th ഓറിയന്റേഷൻ സെഷൻ ആണ്. നമ്മൾ മുന്നേയുള്ള എല്ലാ ഓറിയന്റേഷൻ സെഷൻസും അറ്റൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്താണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ ജേർണി എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മളുടെ നിങ്ങളുമായിട്ട് നമ്മളുടെ അലൂമിനി ആയിട്ടുള്ള ലേണേഴ്സ് വെയിറ്റിംഗ് ആണ് അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എന്തായാലും ഒരു നോട്ടും പെന്നും കയ്യിൽ വെക്കുക. നമ്മൾ എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് അവരുടെ സ്റ്റോറീസ് പറയുന്ന സമയത്ത് നമ്മളെപ്പോലെ തന്നെ ജോയിൻ ചെയ്ത ആൾക്കാരാണ് ഇവിടെ 2-3 വർഷം മുന്നേ ദുർഗ മാം പറഞ്ഞതുപോലെ തന്നെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില പോയിന്റുകൾ കിട്ടും അല്ലെ. ഓക്കെ, ഇത് നന്നായിരിക്കുമല്ലോ, ഇത് നല്ലൊരു മെത്തേഡ് ആണല്ലോ ഇവര് പറയുന്നത്, ഇതെനിക്ക് എളുപ്പം പ്രാക്ടിക്കലി എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണല്ലോ നമുക്ക് തോന്നുന്ന ചില ഐഡിയാസ്, ചില മെത്തേഡ്സ് നമുക്ക് കിട്ടും അതിൽ നിന്ന് അല്ലെ.
ഡെഫിനറ്റ്ലി എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ടിപ്പ് നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും നമ്മൾ ചിലത്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് പ്രാക്ടിക്കലി, ഇത് ദുർഗ മാം പറഞ്ഞ പോലെ ഇത് നമുക്കൊരു തിയറി ജസ്റ്റ് കേട്ടിരിക്കുന്ന തിയറി ക്ലാസ് പോലെയല്ല, നമുക്കിതൊരു പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ കൂടെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറെ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമ്മളുടെ അലൂമിനി വെയിറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് അലൂമിനിനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലെ? എല്ലാരും ഇവിടെ ഇല്ലേ അല്ലെ? ഓക്കെ, അപ്പോ നമ്മളുടെ ഫസ്റ്റ് അലൂമിനി ആയിട്ട് വന്നിട്ടുള്ളത് സ്വപ്ന എം പോൾ ആണ്. സ്വപ്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വപ്ന MA സോഷ്യോളജി ജാൻ 24 ബാച്ചിലുള്ള ലേണർ ആണ്. ആള് എല്ലാവർക്കും ഒരു ഫെമിലിയർ ആയിട്ടുള്ള മുഖം തന്നെ ആയിരിക്കും. കാരണം നമ്മളുടെ എല്ലാ ഇവന്റ്സിലും എല്ലാ പരിപാടിയിലും എന്താ പറയാ, വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും അപ്പൊ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യും, എല്ലാത്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് സ്വപ്ന. അപ്പൊ സ്വപ്ന എം പോളിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു സ്വപ്ന. ഓക്കെ, ഏറ്റവും ബഹുമാനപ്പെട്ട ലേൺവൈസിന്റെ ടീം, മനസ്സ് നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ലേണേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സ്വപ്ന, ലേൺവൈസിന്റെ ജാനുവരി 24 MA സോഷ്യോളജി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി ആണ്. 2023 ഡിസംബറിലാണ് ഞാൻ ലേൺവൈസിൽ ഈ എഡ്യൂക്കേഷൻ ലേൺവൈസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിട്ട് ചേരുന്നത്. അന്ന് ഞാൻ ചേരുമ്പോൾ ഞങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് ഒരു ബിഗ് സീറോയാണ് ടെക്നോളജി. അപ്പോൾ ഇതിൽ ഞാൻ ചേർന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്, ഞാനിത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ടെക്നോളജിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഞാൻ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള വലിയൊരു ടെൻഷനോടുകൂടിയാണ് ഞാനിത് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇത്രയും വലിയൊരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്ത് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷന് എല്ലാം കാരണം ലേൺവൈസ് എന്ന ഒറ്റ ടീമാണ്. അതിന് ലേൺവൈസിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ലേൺവൈസിന് ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, there are 2 ways to live your life. One is as though nothing is a miracle, and the other is as though everything is a miracle. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം മിറക്കിളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മിറക്കിൾ ആണ് ലേൺവൈസ്. ലേൺവൈസ് is one of the best thing happened in my life. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഫസ്റ്റ് ഇയറിൽ വെറും 40% മാർക്ക് വാങ്ങി എങ്ങനെയെങ്കിലും പാസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന ഞാൻ ഫസ്റ്റ് ഇയറിൽ 73.8%, വലിയ മാർക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മാർക്ക് തന്നെയാണ്. 73.8% മാർക്കോടുകൂടിയാണ് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായത്. അതിൻ്റെ മൊത്തം ക്രെഡിറ്റും ഞാൻ ലേൺവൈസിന് കൊടുക്കുകയാണ്. എൻ്റെ ലേൺവൈസ് ജേർണിയിൽ ഞാൻ എങ്ങനെയാണ് ഈ ലേൺവൈസ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എൻ്റെ വിജയത്തിൽ ലേൺവൈസ് വഹിച്ച പങ്ക് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ കുടുംബത്തെയും ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുകയാണ്. എൻ്റെ പേര് സ്വപ്ന എം പോൾ. ഞാൻ കൊച്ചിയിലെ വൈപ്പിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു മനോഹരമായൊരു ദ്വീപിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് ജെയ്സൺ, ഞങ്ങൾക്കൊരു റിസോർട്ടുണ്ട്, അദ്ദേഹം ടൂറിസം ഫീൽഡിലാണ്. ഞങ്ങളുടെ മൂത്ത മകൾ ആനി 12 വർഷമായി ബാംഗ്ലൂരാണ്. ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് MA ലിറ്ററേച്ചർ എടുത്തതിന് ശേഷം അവളൊരു സ്റ്റാർട്ടപ്പിൽ ബ്രാൻഡ് ഡയറക്ടർ, സീനിയർ ബ്രാൻഡ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഇളയ മകൻ എബ്രഹാം, അവൻ ഓസ്ട്രേലിയയിൽ അഡിലേഡ് യൂണിവേഴ്സിറ്റിയിൽ MTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ MTech സെക്കൻഡ് ഇയർ ആണ്. ഇങ്ങനെ ഞാൻ ഒരു അധ്യാപികയായിരുന്നു. ഒരു 10-15 വർഷത്തോളം ഞാൻ BSc BEd ആണ്. മാത്തമാറ്റിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്. ഞാൻ അപ്പർ പ്രൈമറി ലെവൽ കുട്ടികളെ മാത്സ് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. ഇപ്പൊ റിട്ടയർഡാണ്. അപ്പം എൻ്റെ ജോലി സമയത്ത് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്തത് വലിയൊരു കുറവായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. നമ്മളെക്കാളും കഴിവ് കുറഞ്ഞവർ ചില പ്രൊമോഷനൊക്കെ കിട്ടി പോകുമ്പോൾ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്, നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലല്ലോ എന്നോർത്തിട്ട്. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലോങ് ചെറിഷ്ഡ് ഡ്രീം തന്നെയായിരുന്നു. പക്ഷേ നമ്മളുടെ ജീവിത തിരക്കുകളും ജോലി ഭാരം, കുട്ടികളുടെ പഠനം, അവരുടെ വളർച്ച, ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റിയിരുന്നില്ല.
പക്ഷെ ഇപ്പൊ കുഞ്ഞുങ്ങളെല്ലാം വലുതായി പോവുകയും ഞാൻ റിട്ടയർ ചെയ്യുകയും ചെയ്തതോടെ എനിക്ക് സമയം കിട്ടിയപ്പോൾ വീണ്ടും എൻ്റെ ആ പഴയ സ്വപ്നം ഞാൻ പൊടി തട്ടിയെടുത്തു. എങ്ങനെയെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, എൻ്റെ ഈ പ്രായത്തിൽ അത് നടക്കുമോ എന്നറിയില്ല, ഏത് യൂണിവേഴ്സിറ്റി വഴി അപേക്ഷിക്കണം എന്നൊക്കെ ആകെ കൺഫ്യൂഷനായിട്ട് അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഒരു മിറക്കിൾ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിൽ ലേൺവൈസ് എൻ്റെ മുന്നിലേക്ക് അവതരിക്കുന്നത്. ഞാൻ അതിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. ഹരിഷ്മ എന്ന അക്കാഡമിക് കൗൺസിലുമായി സംസാരിച്ചു. ആ സംസാരത്തിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ, എൻ്റെ തലച്ചോറ് ഇപ്പൊ തുരുമ്പിച്ചിട്ടുണ്ടാവുമോ, എനിക്ക് ഓർമ്മശക്തി ഉണ്ടാവുമോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഞാൻ ചോദിച്ചു. ഹരിഷ്മ എനിക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അങ്ങനെ 2023 ഡിസംബറിൽ ആണ് ഞാൻ ലേൺവൈസിൽ അംഗമാകുന്നത്, ലേൺവൈസ് കുടുംബത്തിന്റെ അംഗമാകുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലേൺവൈസ് എൻ്റെ കുടുംബമാണ്, ലേൺവൈസിൽ അംഗമാകുന്നത്. ഇനി ലേൺവൈസ് എന്നെ വിജയത്തിലേക്ക് നയിച്ച 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 4 ഘടകങ്ങളാണ് ലേൺവൈസിൽ എനിക്ക് ഏറ്റവും സഹായകരമായി അനുഭവപ്പെട്ടത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനായിട്ട് ഞാൻ എൻ്റെ കലൂർ സ്റ്റഡി സെന്റർ ആയിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം സെന്റേഴ്സ്. 2 വർഷം ഞാൻ പോയിരുന്നു. 2 വർഷം ഞാൻ പോയപ്പോഴും ഞാൻ എൻ്റെ കൂടെ പരീക്ഷ എഴുതുന്ന MSO സോഷ്യോളജി കുട്ടികളെ പരിചയപ്പെട്ടപ്പോഴെല്ലാം അവരെല്ലാം എന്നെക്കാൾ വളരെ ചെറുപ്പവും ചുറുചുറുക്കുള്ളവരും ഒക്കെ ആയിരുന്നെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ, പല അസൈൻമെന്റിനെ കുറിച്ചോ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചോ ഒക്കെ ചെറിയ ഡിസ്കഷൻസ് വരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ നിലവാരം അവരുടെയൊക്കെ എല്ലാം വളരെ ഉയരത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവര് നേരിട്ട് നമ്മുടെ ഇഗ്നോവുമായിട്ട് നേരിട്ട് പഠിച്ച് വന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലായിരുന്നു. ഞാൻ പറയുമ്പോഴാണ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കിയത് തന്നെയെന്ന് എനിക്ക് തോന്നി. അത് ലേൺവൈസ് എനിക്ക് നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ലേൺവൈസ് ജേണി ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. 4 കാര്യങ്ങൾ എൻ്റെ വിജയത്തിൽ ലേൺവൈസ് 4 ഘടകങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ലേൺവൈസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, വിത്ത് മെന്റർഷിപ്പ് ആൻഡ് വിത്തൗട്ട് മെന്റർഷിപ്പ് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മെന്റർഷിപ്പാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിന് കാരണം ടെക്നിക്കലിയും വളരെ പുറകിലാണ്, ഇത്രയും പ്രായമായതുകൊണ്ട് പഠിക്കാനും വളരെ മോശമായിരിക്കുമല്ലോ എന്ന ചിന്തയിൽ ഒരു മെന്ററിന്റെ സഹായം, ഒരു കോൺസ്റ്റന്റ് ഗൈഡൻസും സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് വിത്ത് മെന്റർഷിപ്പ് എന്ന കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അത്. കാരണം മെന്റേഴ്സ് ആണ് എൻ്റെ ലൈഫിൽ, ഈ ലേൺവൈസിൽ ഞാൻ ഇത്രയും നമ്മൾ മെന്റേഴ്സിന്റെ ഒരു ഘടകം അവരുടെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അതിൽ 2 മെന്റേഴ്സിന്റെ പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഫസ്റ്റ് ഇയറിലെ റോഷനാര മാമും സെക്കൻഡ് ഇയറിലെ മനീഷ മാമും. 2 പേരും, മനീഷ മാം ഈ നിമിഷം വരെ ഒരു കട്ട സപ്പോർട്ട് തന്നുകൊണ്ട് സെക്കൻഡ് ഇയറിലാണ് മനീഷ മാം വന്നത്, ഫസ്റ്റ് ഇയറിലെ റോഷനാര മാം ആയിരുന്നു. നമ്മുടെ എല്ലാ പഠന രീതി, എല്ലാ തരത്തിലും നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിക്കോട്ടെ, ലൈവ് സെഷൻസ് ആയിക്കോട്ടെ, കോകരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എവിടെയും എപ്പോഴും നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനും പറയാനും നമുക്ക് സ്വന്തം എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ മെന്റോർ. ആ ഒരു കണക്ഷൻ എനിക്ക് ഈ 2 മെന്റേഴ്സിനോടും മെന്റേഴ്സിന്റെ അടുത്ത് എനിക്ക് വളരെ കണക്റ്റഡ് ആയിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ, പെറ്റമ്മ നമ്മളെ വിളിക്കാൻ മറന്നാലും മെന്റേഴ്സ് നമ്മളെ കറക്റ്റായിട്ട് വിളിക്കുകയും നമ്മുടെ ഓരോ പുരോഗതിയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ആഴ്ചയും വീക്ക്ലി കോൾസ് ഉണ്ട്. അത് നമ്മളെ കൃത്യമായി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ഉഴപ്പാമെന്ന് വിചാരിച്ചാലും ഉഴപ്പാൻ സമ്മതിക്കില്ല. എത്ര പേര് പഠിച്ചു സ്വപ്ന, എന്തായി സ്വപ്ന, റെക്കോർഡഡ് ക്ലാസ് ചെയ്തു സ്വപ്ന, ഇങ്ങനെ നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രശ്നം ലേൺവൈസിന്റെ പഠനത്തിനിടയിൽ നമ്മൾ നേരിടുന്ന അക്കാഡമിക്കലായിട്ടുള്ള എന്ത് ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളും നമുക്ക് അവരോട് ഷെയർ ചെയ്യാം. അത് ലേൺവൈസിന്റെ CEO ആയിക്കോട്ടെ, മറ്റേ ടീം ലീഡേഴ്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മളെ കണക്ട് ചെയ്ത് തരും. റൈസ് മോൻ സാറുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്, അശോക് സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ലിൻസി മാമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതിന് ഒരു പരിഹാരം നമുക്ക് മെന്റേഴ്സ് വഴി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വിത്ത് മെന്റർഷിപ്പ് എന്ന കോഴ്സ് ഞാൻ എടുത്തതാണ് എൻ്റെ ആദ്യത്തെ വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പഠനത്തിന്റെ കംപ്ലീറ്റ് നാൾ വഴികളിൽ അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അസൈൻമെന്റ് വെച്ച സമയത്തും
എക്സാമിന്റെ സമയത്തും അവരുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ പില്ലർ. രണ്ടാമത്തെ നെടുംതൂണ് എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസ് ആപ്പ് തന്നെയാണ്. ലേൺ വൈസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും നമ്മളുടെ. അതിലാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, SLM സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസ് ബൈ ഇഗ്നോ, അത് ഇഗ്നോന്റെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസ്. അതോടൊപ്പം തന്നെ ലേൺ വൈസിൻ്റെതായിട്ടുള്ള ഹെൽപ്പ് ബുക്ക്, ലേൺ വൈസിന്റെ എക്സാം സ്പെഷ്യൽ ഗൈഡ്, ഇങ്ങനെ 2 കാര്യങ്ങൾ കൂടെ ഓരോ റെക്കോർഡഡ് ക്ലാസ്സിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു സബ്ജക്റ്റ്, ഞാൻ എൻ്റെ MA സോഷ്യോളജി കാഴ്ചപ്പാടിലാണ് പറയുന്നത്. MA സോഷ്യോളജിയിൽ മിക്കവാറും ഒരു സബ്ജക്റ്റ് 8 ബ്ലോക്ക് 7 ബ്ലോക്ക് അങ്ങനെയായിട്ടായിരിക്കും തരംതിരിച്ചിരിക്കുക. ഓരോ ബ്ലോക്കും 5 6 യൂണിറ്റുകൾ ഉണ്ടാവും. ഓരോ യൂണിറ്റിന്റെ റെക്കോർഡഡ് ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഫയൽസ് ഉണ്ടാവും, SLM ഉണ്ടാവും, ESG ഉണ്ടാവും, ഹെൽപ്പ് ബുക്ക് ഉണ്ടാവും. ഇതിൽ SLM എന്ന് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഇഗ്നോന്റെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. അത് പലപ്പോഴും വളരെ ടഫായിട്ടുള്ള സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. എനിക്കത് വളരെ കട്ടിയായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് പലതും. പക്ഷേ ഈ ലേൺ വൈസിന്റെ ഹെൽപ്പ് ബുക്ക്, അതിന്റെ സപ്ലിമെന്റ് ആയിട്ടുള്ള ലേൺ വൈസിന്റെ ഹെൽപ്പ് ബുക്കിൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ ടഫ് സാധനങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് വാല്യൂ ആഡഡ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ രസകരമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സാമ്പിൾസ് സഹിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിന്റെ കൂടെയും ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, അതായത് എക്സാമിനെ നേരിടാൻ ആ യൂണിറ്റിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ വരാം, അതിന് നമുക്ക് എങ്ങനെയെല്ലാം ഉത്തരം എഴുതാം, അതാണ് എക്സാം ഹെൽപ്പ് ഗൈഡ്, ESG എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നാണ് അതിൻ്റെ പേര്. ഇതെല്ലാം കറക്റ്റായിട്ട് റെഫർ ചെയ്യണം. അതേപോലെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് നമുക്ക് ഒരു ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ അനുസരിച്ച് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുക. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകളിൽ സംശയം ഉണ്ടെങ്കിൽ അതിന് സംശയ നിവാരണത്തിനായി നമുക്ക് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നന്നായി നിങ്ങൾ യൂസ് ചെയ്യണം. റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണണം, ഈ ഫയൽസ് എല്ലാം റെഫർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. അത് ജനുവരി ബാച്ചിനാണെങ്കിൽ ഒരു ജൂണോടുകൂടി നമുക്ക് അസൈൻമെന്റ്സ് കിട്ടും. ഒക്ടോബറോടുകൂടി നമ്മൾ അസൈൻമെന്റ്സ് സമർപ്പിക്കണം. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരുവിധം നന്നായി എഴുതണം, നന്നായി റെഫർ ചെയ്ത് നന്നായി എഴുതണം. അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് സഹായം ഈ ലേൺ വൈസ് ആപ്പിലുണ്ട്. അതിൻ്റെ ഗൈഡൻസും എല്ലാം ലേൺ വൈസിൻ്റെ ഈ ആപ്പിലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ടാമത്തെ പില്ലറാണ്, എൻ്റെ വിജയത്തിൻ്റെ പില്ലറാണ് ഈ ലേൺ വൈസ് ആപ്പ്. ഇനി മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ലേൺ വൈസ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ലൈവ് സെഷൻസ് ആണ്. അതിൽ ലൈവ് സെഷൻസിൽ ഏറ്റവും പ്രാധാന്യം വരുന്നത് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ തന്നെയാണ്. ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും നമുക്ക് ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ടാകും. അത് കൃത്യമായി പങ്കെടുക്കുക. കാരണം ലൈവ് റിവിഷൻ സെഷൻസിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ പറ്റാഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ലൈവ് റിവിഷനിൽ എക്സ്പേർട്സ് നമുക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരും. ഞങ്ങൾ MA സോഷ്യോളജി ബാച്ചുകാരെ കാര്യത്തിൽ വളരെ എന്താ പറയുക, വളരെ അർപ്പണബോധമുള്ളവരായിരുന്നു. കാരണം ലൈവ് സെഷൻസ് ഞങ്ങൾ എപ്പോഴും ലൈവാക്കി വെക്കാൻ, സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ ലൈവാക്കി വെക്കുന്ന നല്ലൊരു സെഷൻസ് ആയിരുന്നു ലൈവ് റിവിഷൻ സെഷൻസ്. അത് കൂടാതെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തു കൊണ്ടുവരും. ഞാൻ ജോയിൻ ചെയ്ത വർഷം ആദ്യം തന്നെ ഉണ്ടായത് ക്രിസ്മസിന്റെ സെലിബ്രേഷൻസ് ആണ്. അതിൽ ഡിസംബർ ടു റിമെമ്പർ അങ്ങനെ എന്തോ ഒരു ഫോട്ടോ കോൺടെസ്റ്റിൽ എൻ്റെ മെൻറ്റോർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പങ്കെടുത്തത്. അതിനൊരു പ്രൈസ് കിട്ടി. അതിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാനൊരു പാട്ട് പാടി. ഇതൊക്കെ നമ്മളുടെ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹ്യൂമൻസ് ഓഫ് ലേൺ വൈസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഹ്യൂമൻസ് ഓഫ് ലേൺ വൈസ് സ്വപ്ന എന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വീഡിയോ കോൺടെസ്റ്റിന് നമുക്ക് ഇത് കിട്ടി. പിന്നെ വിമൻസ് ഡേയുടെ സെലിബ്രേഷന് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ നമ്മുടെ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക, നമ്മൾ പുറകോട്ട് മാറാതെ നമ്മളെ ജീവിതം ലേൺ വൈസ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത ലൈവ് സെഷൻസ് ആണ് ഇതെല്ലാം. ഇങ്ങനെ കോകരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ലൈവ് സെഷൻസ് എല്ലാം പങ്കെടുത്ത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഒരു സംഭവമാണ് ഈ ലൈവ് സെഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ എക്സാം ആകുമ്പോഴും നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെ ഈ ലൈവ് സെഷൻസ് ആണ് എൻ്റെ വിജയത്തിലേക്ക് എന്നെ നയിച്ച മൂന്നാമത്തെ ചവിട്ടുപടി, അല്ലെങ്കിൽ എന്നെ താങ്ങി നിർത്തിയ മൂന്നാമത്തെ പില്ലർ.
ഇനി ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനമുള്ളതുമായ പില്ലറാണ് ലേൺ വൈസ് നമുക്ക് തരുന്ന എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ടിപ്സുകൾ. അത് 3 തരത്തിലാണ് ലേൺ വൈസ് നമുക്ക് ടിപ്സ് തരുന്നത്. ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ ലൈവ് സെഷൻസ്. എക്സാം ആകുമ്പോഴത്തേക്കും നമുക്കൊരു ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ ഈസി, ടഫ്, മീഡിയം എന്ന് തരംതിരിച്ച് അതിൽ ഈസി നമ്മൾ ആദ്യം എഴുതണം. നമ്മൾ എത്ര വാക്കുകൾ, എത്ര സെന്റൻസുകൾ നമ്മൾ എഴുതണം, എത്ര പേജസ് നമ്മൾ എഴുതണം, എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യണം, ഇതെല്ലാം എക്സ്പേർട്സ് ആണ് വന്നിരുന്ന് നമ്മളോട് വളരെ കൃത്യതയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. 2 വർഷവും ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് തിയറി പേപ്പേഴ്സ് എഴുതിയത്. രണ്ടാമത്തത് നമ്മുടെ മോഡൽ എക്സാം, അതായത് ലേൺ വൈസ് നമുക്കൊരു മോഡൽ എക്സാം നടത്തും. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വേറൊരു കൺസേൺ ആണ് 3 മണിക്കൂർ നമുക്ക്, എൻ്റെ MA സോഷ്യോളജി 3 മണിക്കൂറാണ്. അത് 10 ചോദ്യത്തിൽ 5 നമ്മൾ എഴുതിയാൽ മതി. ഓരോ ആൻസറും 5 പേജ് വേണം. ഒരു ആൻസറിന് 20 മാർക്കാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഞാൻ എഴുതും, എനിക്ക് എഴുതാൻ സാധിക്കുമോ, ഇത് 5 മാർക്കിന്റെ 5 പേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എങ്ങനെ എഴുതും എന്നൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് ലേൺ വൈസ് നമുക്കായി ഓൺലൈനായി ഒരു മോഡൽ എക്സാം നടത്തുന്നത്. ആ മോഡൽ എക്സാം 2 വർഷം നടത്തിയ മോഡൽ എക്സാമും എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് കോൺഫിഡൻസ് വല്ലാതെ ബൂസ്റ്റ് ചെയ്തു. അവിടെ ഇരുന്നുകൊണ്ട് 3 മണിക്കൂർ എഴുതാൻ സാധിക്കും എന്ന് എന്നെ മനസ്സിലാക്കി തന്നത് ലേൺ വൈസിന്റെ ഈ മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാംസ് ആരും മിസ് ചെയ്യരുത്, അത് എഴുതണം. അടുത്തത് വേറൊരു ഇതുള്ളത് എക്സാമിന് വേണ്ടിയിട്ട്, അതും എന്നെ വളരെയധികം സഹായിച്ചതാണ് ലേൺ വൈസിന്റെ PYQ അനാലിസിസ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ലേൺ വൈസിലെ എക്സ്പേർട്സ് ഒരു 10-12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ ഏറ്റവും ഈസി ആയി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നത് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ്, ഏതെല്ലാം കോൺസെപ്റ്റ്സ് ആണ്, ഏറ്റവും ലോ ഫ്രീക്വൻസി ആയി വരുന്ന ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ്. കാരണം നമ്മൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ടാവും. ഇതെല്ലാം നമ്മൾ പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയാൽ അത് നമ്മൾക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ഏതാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചത്, ഹൈ ഫ്രീക്വൻസി ഉള്ള ഏതാണ്, അതിനനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് അത് അനലൈസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്, ഗ്രാഫായിട്ടും പൈ ഡയഗ്രാം ആയിട്ടും ഒരു ചാർട്ട് ആയിട്ടും ഒക്കെ നമുക്ക് ഈ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മുടെ ലേൺ വൈസ് ആപ്പിലുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതെല്ലാവരും ഉപയോഗിക്കണം. എക്സാം ആവുമ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. എൻ്റെ 2 വർഷത്തെ പരീക്ഷയ്ക്കും ഞാൻ PYQ അനാലിസിസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുകയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സ് ഞാൻ പതുക്കെ ഒഴിവാക്കുകയും ചെയ്തത് ഈ PYQ അനാലിസിസ് ഉപയോഗിച്ചാണ്. പക്ഷെ അതെന്തായാലും എനിക്ക് ഗുണമേ ചെയ്തുള്ളൂ, ദോഷമൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ PYQ അനാലിസിസ് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. അങ്ങനെ ഈ 4 ഘടകങ്ങൾ ആണ് ഈ ലേൺ വൈസ് വഴി എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങാനും ഒക്കെ സഹായിച്ചത്. ഈ 4 ഘടകങ്ങളാണ്. ഇന്നിപ്പോ എൻ്റെ 57ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു MA BEd കാരിയായി തൻ്റെ അടുത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും എൻ്റെ വീട്ടുകാരുടെ ഇടയിലും എനിക്ക് തല ഉയർത്തി നിൽക്കാം ഇപ്പോൾ. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതിന് ഞാൻ ലേൺ വൈസിന് നന്ദി പറയുന്നു. ലേൺ വൈസ് കാരണം എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ്, എൻ്റെ സെൽഫ് എസ്റ്റീം, എൻ്റെ വിൽ പവർ, ഈ 3 കാര്യമാണ് ബൂസ്റ്റപ്പ് ആയത്. പിന്നെന്താ, ഞാനപ്പം ലേൺ വൈസിൻ്റെ പടിയിറങ്ങുകയാണ്. ലേൺ വൈസിൻ്റെ പടിയിറങ്ങും മുൻപ് എനിക്ക് ഇതിനൊരു അവസരം തന്ന, ഇങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം തന്നതും 2 വർഷത്തെ എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ ലേൺ വൈസിലെ എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി എൻ്റെ CEO റെയ്സ്മോൻ സാറിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ലൈവ് സെഷൻസ് നേതൃത്വം കൊടുത്തിരുന്ന അശോക് സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇഗ്നോന്റെ വീഡിയോസ് വഴി അപ്ഡേറ്റ്സ് തന്നിരുന്ന അഭയ് സാറുണ്ട്. നമുക്ക് ഇഗ്നോയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സ് തരുന്നത് അഭയ് സാറിന്റെ വീഡിയോസ് ആണ്. അഭയ് സാറിന് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു.
പിന്നെ നമ്മൾ ഇത് ദുർഗ മാമിനും ഹാന മാമിനും താങ്ക്സ് പറയുന്നു. ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെ ഫാക്കൽറ്റിയും വാണി മാമിനും നന്ദി പറയുന്നു. എല്ലാ മെന്റേഴ്സിനും നന്ദി പറയുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട മനീഷ മാമിന് ഒത്തിരി സ്നേഹവും നന്ദിയും പറയുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ജൂനിയേഴ്സ് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്, ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോളജ് പേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന്. ലേൺവൈസിൽ നിങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ബെസ്റ്റ് തന്നെയാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാത്തിനും നന്ദി. ലേൺവൈസ്. താങ്ക് യു സോ മച്ച് മാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക്, നിങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട് സ്വപ്ന മാം. അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മാം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഏജ് ഡസൻ മാറ്റർ അല്ലെ. മാം പറയുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഫൈനലാണ്. അപ്പൊ എന്താണ്, നമുക്കും അതുപോലെ ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അലൂമിനിന്റെ അടുത്ത് ഒക്കെ പോവാം. അതിന് മുന്നേ ഞാനൊരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരുടെ അടുത്തും, എസ്പെഷ്യലി അലൂമിനി ലേണേഴ്സ് ആയിട്ട് വന്ന എല്ലാവരോടും നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്ന അലൂമിനി ആയിട്ടുള്ള ലേണേഴ്സിന്റെ അടുത്ത് പറയാന്, കുറച്ച് നമുക്ക് വളരെ ടൈം ബൗണ്ട് ആണ്, നമുക്ക് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ എക്സ്പീരിയൻസ് കേൾക്കുകയും ചെയ്യണം. സോ നമ്മൾ വളരെ ടൈം കുറച്ചിട്ട് എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നെക്സ്റ്റ് ലേണർ ആയിട്ട് വരുന്നത് ഷൈനി ആണ്. ഷൈനി ഫ്രം BAPCH Jan 24 ബാച്ചില് എന്റെ ലേണർ തന്നെയാണ്. വെൽക്കം ഷൈനി, ഓവർ ടു യു. ഹായ് ഓൾ, എന്റെ പേര് ഷൈനി. ഞാൻ ലേൺവൈസിന്റെ 2024 BA സൈക്കോളജി ബാച്ചാണ്. മുൻപ് സ്വപ്ന മാം പറഞ്ഞ പോലെ 2024 ഞാനൊരു സോഷ്യൽ മീഡിയ ആഡ് വഴി ലേൺവൈസിനെ പറ്റി കേട്ടപ്പോ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. അതില് ഫസ്റ്റ് എന്റെ കൺഫ്യൂഷൻ തന്നെ എന്റെ ഏജ് ആയിരുന്നു. കാരണം ഒരു 10-17 വർഷത്തിന് ശേഷമാണ് പഠിത്തം വീണ്ടും ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പഠിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവുമോ, ഈ പ്രായത്തില് കറക്റ്റായിട്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും ടീച്ചിങ് മെത്തേഡ്, പിന്നെ ഞാനൊരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് എനിക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ കൺഫ്യൂഷൻസോട് കൂടിയാണ് ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ജോയിൻ ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നതെന്ന്. അപ്പോ എനിക്ക് എന്റെ മെന്റർ എന്ന് പറയുന്നത് ഹന മാം ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മാമിനോട് ഫസ്റ്റ് ചോദിച്ചത്, മാം എനിക്ക് ഈ ഏജിൽ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും പഠിച്ചെനിക്ക് ഓർമ്മയുണ്ടാവുമോ എന്ന്. മാമിന് ഇത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. മാം എന്നോട് പറഞ്ഞു, ഷൈനിയേക്കാൾ ഏജുള്ള ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട്, അതൊരു മാറ്ററേ അല്ല, എന്താണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും അതിന് പറ്റും. എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് മാം തന്നത്. ഞാൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ ലേൺവൈസിനോടൊത്തുള്ള ജേർണി. അപ്പൊ എനിക്ക് ലൈവ് ക്ലാസ്സസിലൊക്കെ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കറക്റ്റ് ജോയിൻ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നില്ല. പക്ഷെ എല്ലാ ലൈവ് ക്ലാസ്സസിന്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് പോലും ഫീൽ ചെയ്തില്ല. എന്തൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ഹന മാമിനോട് തന്നെ ചോദിച്ച് അതിന്റെ കൺസേൺ മെന്ററുമായിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം PYQ അനാലിസിസ് ആണ്. ഞാൻ എക്സാം അടുത്ത് വരുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും എക്സാമിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് ആ പ്രീവിയസ് ഡേ ഒക്കെ ഫുള്ള് മെറ്റീരിയൽ വായിക്കാനും അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കാനും പറ്റിയ ഒരു മാനസികാവസ്ഥയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് ഈ PYQ അനാലിസിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ് വാല്യൂ ആഡഡ് നോട്ട്. വാല്യൂ ആഡഡ് നോട്ടിൽ എല്ലാ കീ പോയിന്റ്സും അവൈലബിൾ ആണ്. ഞാൻ അത് നോക്കി പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ പ്രീവിയസ് ഡേ എക്സാമിന് വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സെക്കൻഡ് ഇയറിലെ എക്സാം
ഞാൻ ഈ സെക്കൻഡ് ഇയറിലെ എക്സാമിന്റെ ടൈമിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് വന്നു എനിക്ക്. കാരണം എന്റെ ഫാദറിന് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ എക്സാം എഴുതണ്ടെന്ന് വരെ തീരുമാനിച്ചു. കാരണം ഞാൻ എക്സാം ഡിസംബർ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ എക്സാമിനെ പറ്റി ആലോചിച്ച് എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ ഈ ഫാമിലി ഇഷ്യൂ, ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഹന മാമിനെ വിളിച്ചു. മാമിനോട് ഞാൻ പറഞ്ഞു, മാം ഞാൻ എക്സാം എഴുതുന്നില്ല, കാരണം എന്നെ കൊണ്ട് പറ്റില്ല എക്സാം എഴുതാൻ, എനിക്ക് ഒന്നും ഓർമ്മയില്ല മാം, ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ മാം എന്നോട് പറഞ്ഞു, ഷൈനി എന്തായാലും എക്സാം എഴുതണം, ഷൈനിക്ക് എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റും, കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് മാം എന്റെ കട്ട സപ്പോർട്ട് തന്നെ എന്റെ കൂടെ വന്നു എന്ന് പറയാം. അപ്പൊ ശരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതി. എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഈ ലേൺ വൈസിൽ എന്നെ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ ആണ്. അതിൽ ഞാൻ അക്ഷര മാമിന്റെ 2-3 സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും എന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഈ സംസാരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയതും മാമിന്റെ സെഷൻ അതിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനാ മാമിനോടും അക്ഷര മാമിനോടും ഞാൻ എന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. പിന്നെ ഇതിൽ തന്നെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അധികം ടൈമിന്റെ ഒരു കുറവ് കൊണ്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട് ഇതിൽ, അതെനിക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ 3 വർഷം, 3ാമത്തെ വർഷത്തെ ജേർണിയിൽ ഞാനിവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളൊരു പഠനം, അതിനാണ് എന്നെ ലേൺ വൈസ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എന്തൊരു കാര്യവും പഠിക്കുമ്പോൾ ഇനിഷ്യലി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞായിരിക്കും വരിക. അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമും ഇതുപോലത്തെ ഒരു ടീമും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കൊരു കുറച്ച് നമ്മളൊന്ന് വീക്കായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കോള് വരും നമ്മുടെ മെന്ററുടെ. കാരണം എന്റെ മെന്റർ ഹനാമ മാഡം, മാം വിളിക്കും, ഷൈനി എന്ത് പറ്റി ഈ ആഴ്ച അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ലല്ലോ, അപ്പം വിളി വരും. നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ കുറച്ചെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ബൂസ്റ്റ് ആയി കിട്ടും. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് എനിക്ക് ലേൺ വൈസിൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പേരെ കേൾക്കാനുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അവസാനമായിട്ട് പറയാനുണ്ട്. ഞാൻ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പറയും ഞാനിപ്പോ MA സൈക്കോളജി ഫൈനൽ ഇയർ ആണെന്ന്. അത്രയും കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴുണ്ട്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷൈനി. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ് അല്ലെ ഷൈനിയുടേത്. അത്രയും കോൺഫിഡൻസ് ആണ് ഷൈനി വന്നപ്പോ ഉണ്ടായതും ഇപ്പോൾ ഉള്ള ഷൈനി ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് ഷൈനി തന്നെ പറയാണ് അല്ലെ. അത്രയും കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും വേണം. ഇപ്പോ വന്നിരിക്കുന്ന നമുക്ക് ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും അത്രയും വേണ്ട, അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിരിക്കും അല്ലെ. സോ നെക്സ്റ്റ്, താങ്ക് യു സോ മച്ച് ഷൈനി. നെക്സ്റ്റ് ഞാൻ വിളിക്കുന്നത് നമ്മുടെ ഫെബിൻ, MBA ജൂലൈ 23 ബാച്ചിലുള്ള ഫെബിനെയാണ്. ഞാൻ 2002 പാസ് ഔട്ട് ആണ് ഡിഗ്രി. അപ്പം അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ലൈഫിനെ ഭയങ്കര ഈസി ആയിട്ടാണ് കണ്ടിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ജോലിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒക്കെ ആയിരിക്കും. പിന്നെ കുട്ടികളായി, മക്കള് 2 പേരും സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ഒരു ഫ്രീ ടൈം വന്നു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു 42 ഇയേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി. അപ്പൊ എനിക്കൊരു ഗെറ്റ് ടുഗദർ വന്നു, ഞങ്ങളുടെ ഒരു സ്കൂളിന്റെ ഒരു ഗെറ്റ് ടുഗദർ വന്നു കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പം എന്നേലും വളരെ വീക്കായിട്ടുള്ളവർ വരെ, എല്ലാവരും വർക്കിംഗ് ഒന്നുമല്ല, പക്ഷെ എല്ലാവരും PG ഹോൾഡേഴ്സും ഒക്കെയാണ്. ഞാൻ വെച്ച് എനിക്കും എന്തുകൊണ്ടാ PG എടുക്കാൻ പറ്റാത്ത, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് നോക്കിക്കോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് FBയില് ലേൺ വൈസിനെ പറ്റിയിട്ട് ഇങ്ങനെ ഞാൻ കാണുന്നതും ഇഗ്നോയിലും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡൗട്ട്സ് ആണല്ലോ, എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ MBA എന്നുള്ളത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളത് ഭയങ്കര എനിക്കത് എനിക്ക് പറ്റുമോ, അത് ഒരുപാട് ടെൻഷൻസ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫാമിലിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ MBA ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലേൺ വൈസിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാനൊരു കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ അവര് അപ്രോച്ച് ചെയ്ത്, അപ്പം അവർ പറഞ്ഞു ഇല്ല പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക്
അതില് ഇപ്പം എനിക്ക് ലേൺ വൈസിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ്സ് വെക്കുമ്പോഴും ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ ക്ലാസ്സിന്റെ കാര്യമൊക്കെ. അപ്പം ക്ലാസ്സസും എല്ലാം ഭയങ്കര നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ നമുക്കെല്ലാം തോട്ട്സ് ഇങ്ങനെ ഒരുപാട് തോട്ട്സ് വരുമല്ലോ നമുക്ക്. അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ അസൈൻമെന്റ് വെക്കാൻ പോകുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യും. എന്റെ അസൈൻമെന്റ് എന്ന് വെച്ചാൽ ഞാൻ ലേൺ വൈസിന്റെ ആ സെയിം അസൈൻമെന്റ് തന്നെയാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഞാൻ അല്ലാതെ ഒരുപാട് ഗൂഗിൾ ചെയ്ത് നോക്കുക ഒന്നും ചെയ്യാറില്ല. ഞാൻ ആ സെയിം അസൈൻമെന്റ് അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടാ പോയിരുന്നു. പക്ഷെ എന്റെ അസൈൻമെന്റ് എപ്പോഴും നല്ല കട്ടിയിലായിരിക്കും. ബാക്കി അവിടെ ചില അസൈൻമെന്റ് സബ്മിഷന് വരുന്ന കുട്ടികളുടെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം അവരെല്ലാം ഭയങ്കര തിന്ന ഒരു മാത്സ് ഒരു ഭയങ്കര ചെറിയ ചെറിയ പേജസിലാണ് അവർ ചെയ്യുന്നത്. അപ്പോ ആ അസൈൻമെന്റ് എന്ന് വെച്ചാല് ഇഗ്നോയില് അസൈൻമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്സാം ആണെങ്കിലും ഈ PYQ ഉണ്ടാവും. പിന്നെ ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഒരു കീപ്പിംഗ് ടച്ച് ആണ് വാണി മാം. മെന്റർ ആയിരുന്നു മാത്രമല്ല എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് എല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ എന്തായിരുന്നു അപ്പം ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. അപ്പം ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ടല്ലോ. അപ്പം താങ്ക് യു ലേൺ വൈസ് ആൻഡ് താങ്ക് യു വാണി മാം എസ്പെഷ്യലി ഫോർ താങ്ക് യു. താങ്ക് യു ഫെബിൻ. ഇടക്ക് കുറച്ചൊന്ന് കട്ടായി പോയെന്ന് തോന്നുന്നു. അല്ലാണ്ട് വോയിസ് കുറച്ച് ക്ലിയർ അല്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു for sharing the experience. And now നമുക്ക് നെക്സ്റ്റ് ലേണറിനെ വിളിക്കാം. ആമിന ആണ്. ആമിന MAPC പ്രോഗ്രാം ഫ്രം MAPC July 24 ബാച്ച് ആണ്. ആമിന കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ ഗുഡ് ഈവനിങ്. എന്റെ പേര് ആമിന. ഞാൻ ഇപ്പൊ കറന്റ് സെക്കൻഡ് ഇയർ ആണ് സൈക്കോളജിയിൽ. MA സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. എറണാകുളത്താണ് എന്റെ വീട്. ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞ് ഒരു 10 ഇയർ ഗ്യാപ്പിലാണ് ഇത് ജോയിൻ ചെയ്യണത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഗ്നോയിൽ എനിക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ശരിക്കും നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാന്ന് പറയും. പിന്നെ നോക്കുമ്പോൾ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ലേൺ വൈസിന്റെ ഒരു പരസ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്തു. എനിക്കൊന്ന് ഗോപിക മാമിനാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. പുള്ളിക്കാരിയുടെ ആ ഒരു ടോക്കിൽ തന്നെ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ എനിക്ക് കിട്ടിയത് അക്ഷര മാമിനാണ് മെന്ററായിട്ട്. ഞാൻ മെന്റർഷിപ്പ് ഉള്ളതാണ് എടുത്തത്. അക്ഷര മാമിനെ കുറിച്ച് പറയാനും കൂടെ ഞാൻ ഈ ഒരു അവസരം എടുക്കണാണ്. എന്താ പറയാ, എന്റെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പറയില്ലേ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ എന്നൊക്കെ പറയില്ലേ. എനിക്ക് എന്റെ ഒരു ഫാമിലി മെമ്പർ, ഞാനൊരു എക്സാം കഴിഞ്ഞ് ഇറങ്ങിയാലും ഒരു ഇത് വന്നാലും ഞാൻ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ ഉമ്മ, അത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് എന്റെ മാമിനെയാണ്. കാരണം അത്രത്തോളം സപ്പോർട്ടീവ് ആണ് മാം. ഒരുപാട് ആധികാരികമായിട്ടൊന്നും ഞാൻ പറയണില്ല, കാരണം സ്വപ്ന മാം ഓൾറെഡി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേൺ വൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് എല്ലാം റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് ക്ലാസ് ആണെങ്കിലും അസൈൻമെന്റ്സ് ആണെങ്കിലും വളരെ വളരെ എല്ലാം നല്ല രീതിക്ക് തന്നെ അവർ നമുക്ക് തരണുണ്ട്. ഒരു ജഡ്ജ്മെന്റൽ ആയിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല നമ്മുടെ മെന്റർഷിപ്പ്. നമ്മൾ ഫുൾ സപ്പോർട്ടീവ് ആണ്. നമ്മളൊരു സ്കൂൾ കുട്ടിയെ ജഡ്ജ് ചെയ്യണ പോലെ ഒന്നുമല്ല, പക്ഷെ ഒരു സ്കൂൾ കുട്ടിയെ കെയർ ചെയ്യണ പോലെ തന്നെ നമുക്ക് കെയറിങ് കിട്ടുന്നുണ്ട്. ഒരു ജഡ്ജ്മെന്റിലല്ല. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാം വന്നപ്പോഴാണെങ്കിലും ഞാൻ 6 സബ്ജക്റ്റാ ഉള്ളത്. ഫുള്ളിന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് 2 കുഞ്ഞു കുട്ടികളാ ഉള്ളത്. അപ്പൊ ഞാൻ മാമിനോട് പറഞ്ഞു എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മാമിന്റെ ഒരു സപ്പോർട്ടാണ്. പക്ഷെ എല്ലാ പേപ്പറും എനിക്ക് ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. അത് മാമിന്റെ ഒരു ഇതാണ്. നമ്മൾക്കൊരു ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സപ്പോർട്ടാണോ അതുപോലെ തന്നെ എനിക്ക് അക്ഷര മാമിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് ഇതുപോലെ PYQ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ഹൗസ് വൈഫാണ്. നമുക്കൊരു സോഷ്യൽ ലൈഫ് കൂടെ കിട്ടുകയാണ് ഇതുവഴി. നമ്മൾ അറിയാത്തവരെ കൂടെ ആണെങ്കിലും ഞാനിപ്പോ എന്റെ ഇതുപോലെ ഒരു ഓറിയന്റേഷൻ സെഷനിലൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് കേട്ടപ്പോ എനിക്ക് പറയാൻ പറ്റുമോ. ഒന്നാമത് ഞാൻ എടുത്തിരിക്കുന്ന സൈക്കോളജി സബ്ജക്റ്റ് ആണ്. അപ്പോ ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് സൈക്കോളജിയിൽ. അതിലും മാമിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഇന്നേ വരെ ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ഡിസ്കണക്ഷൻ വന്നിട്ടില്ല. എന്താണെങ്കിലും ഏത് ടൈം ആണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് മാം.
അതൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും ഒരു ആകാംക്ഷയോടെ ഇരിക്കും. ഞങ്ങളുടെയൊക്കെ ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. നമ്മുടെ മനസ്സൊക്കെ നിറയുന്ന അറിയില്ല, നമുക്ക് ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല, നമ്മളെടുത്ത പ്ലാറ്റ്ഫോം ശരിയാണ്, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരോടും ഞാൻ ഒരു ബെസ്റ്റ് വിഷസ് പറയാണ്. നിങ്ങൾ ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല. പിന്നെ എന്താ, നമ്മുടെ മെന്റേഴ്സ് പറയണതൊന്നും അനുസരിച്ച് പോയാൽ മതി. ലാസ്റ്റത്തേക്ക് പഠിക്കാം എന്ന് വെക്കരുത്, കാരണം നമ്മൾ പെടേണ്ടി വരും. അപ്പൊ അവര് നമുക്ക് നല്ലൊരു ഇതാ പറയണത്. ഒരു അസൈൻമെന്റിനാണെങ്കിലും ഒരു ടൈമിൽ കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ ഇതിന് മുമ്പ് പറഞ്ഞ ഒരു അലുമിനി പറഞ്ഞ പോലെ നമ്മളൊരു എക്സാം എഴുതാൻ ചെല്ലുമ്പോൾ നമ്മൾ ലേൺ വൈസിന്റെ സ്റ്റുഡന്റ് ആണെന്നുള്ളത് നമുക്കൊരു പ്രൗഡ് ഫീൽ അവിടെ കിട്ടും. കാരണം നമുക്കൊരു ടൈം മാനേജ്മെന്റ്, നമ്മൾ എന്തോരം എഴുതണം, എങ്ങനെ എഴുതണം, ഇതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. അതൊക്കെ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അത്രയൊക്കെ പറയണുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹന മാം. താങ്ക് യു സോ മച്ച് ആമിന. ആമിന പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഓൺ ടൈം ആയിട്ട് പഠിക്കുക എന്നുള്ളത് അല്ലെ, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത് എന്നുള്ളൊരു കാര്യം ആമിന പറയുന്നുണ്ടായി അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്തായാലും നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അങ്ങനെ പോവാണ്, ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോഴാണ് അത്രത്തോളം എഫക്റ്റീവ് ആവുന്നത്. അതുപോലെ തന്നെ ആമിന മെന്റർഷിപ്പിനെ പറ്റി അടിപൊളി മെന്ററെ കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. നമ്മളെല്ലാ മെന്റേഴ്സും അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. ഇപ്പൊ ഹന മാം, സുനീറ മാം, അവരൊക്കെയാണ് നമുക്ക് ടോപ്പിക്സ് എടുത്ത് തന്നിട്ടുള്ളത്. പിന്നെ അക്ഷര മാം ഇപ്പൊ ഒരു 1.5 കൊല്ലമായിട്ട് കൂടെ ഉള്ള ഒരാളാണ്. അപ്പൊ ഒരു ഫാമിലി പോലെ ആയി. മാം ഇപ്പൊ ലീവിലാണ് എങ്കിലും ഞാനത് മാമിനോട് പറയും. നമുക്കൊരു ഇതാണ്, ഫുൾ ടൈം സപ്പോർട്ടാണ് മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സുമിത്ര ഉണ്ട്. സുമിത്ര, MA സൈക്കോളജി ജാൻ 24 ബാച്ച്. ഓവർ ടു യു സുമിത്ര മാം. ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ലേൺ വൈസിലെ എല്ലാ അധ്യാപകർക്കും അതുപോലെ എല്ലാ മെന്റേഴ്സിനും ഇന്നിപ്പം ഈ മീറ്റിങ്ങിന് വേണ്ടി പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഇതിന്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന CEO തൊട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എൻ്റെ പേര് സുമിത്ര. നിങ്ങൾക്ക് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞതിനെക്കാട്ടിയും ഏജ് എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കുട്ടിക്കാലം മുതലേ എനിക്കുണ്ടായിരുന്ന ഒരു ആംബിഷൻ ആയിരുന്നു ഒരു PG എടുക്കുക എന്നുള്ളതും ജോലി ചെയ്യുക എന്നുള്ളതും ഒക്കെ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആ ഒരു തലമുറ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് 19 വയസ്സിന് മുമ്പൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു ശീലമായിരുന്നു. അത് കാരണം 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറെയാണ്. അപ്പം ഗവൺമെന്റ് സർവീസിലായിരുന്നു. എല്ലാ 3 വർഷത്തിലൊരിക്കൽ ട്രാൻസ്ഫേഴ്സും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഈ നേരത്തെ ആൾക്കാർ പറയും പോലെ പ്രസവവും പിള്ളേരെ നോക്കുന്നതും ഈ ട്രാൻസ്ഫേഴ്സും എല്ലാം കൂടി ആയിട്ട് പഠിത്തമൊന്ന് മാറ്റിവെച്ചു. എന്നാൽ പോലും ഞാനൊന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ MAക്ക് രജിസ്റ്റർ ചെയ്തതാണ്. ആക്ച്വലി ഒരു 1-2 പേപ്പർ എഴുതി, പിന്നെ എഴുതാനൊന്നും പറ്റിയില്ല, അതങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ ഇത് സ്ഥിരമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല, സ്വപ്നത്തിൽ പോലും ഞാൻ പരീക്ഷ എഴുതാൻ ചെന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. അത്രയും വലിയൊരു എന്താ പറയാ, നമ്മളെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അകത്ത് പഠിക്കുക എന്നുള്ളത്. പക്ഷെ അതിപ്പോ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് എനിക്ക് ഇത്രയും ഈ ഒരു വയസ്സിലും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു ഹാപ്പിനെസ് എൻ്റെ മനസ്സിലുണ്ട്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്ലാറ്റ്ഫോം എന്നെ സഹായിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ പഠിത്തങ്ങളൊക്കെ വിട്ടിട്ട് നമ്മള് എന്താ പറയാ, ഇപ്പം തന്നെ പഴയ രീതിയിലുള്ള പഠിത്തവും ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു അപ്രോച്ച്, സ്റ്റഡി ആയിട്ടുള്ളൊരു അപ്രോച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ എൻ്റെ മെന്ററായിട്ട് ഈ കഴിഞ്ഞ 2 വർഷവും ഇരുന്ന അക്ഷര മാം ആണ്. അക്ഷര മാം എന്ന് ഞാൻ വിളിക്കണമെങ്കിലും എൻ്റെ കൊച്ചുമോളുടെ പ്രായമേ ശരിക്കും വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരവും അതുപോലെ തന്നെ നമ്മളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും വിളിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡൗൺ ആയോ എന്ന് ചോദിച്ച രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത്
അതൊന്നും കുഴപ്പമില്ല, മുന്നോട്ട് പൊക്കോ, അതൊക്കെ അവിടെ കിടക്കും, നമ്മളുടെ കാര്യം നമുക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ഇൻസ്പിറേഷൻ തരുന്നതും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പുള്ളിക്കാരിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഫോണിൽ കൂടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഡീപ്പ്, എന്തോ പറയാ, ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് പറയാതിരിക്കാൻ നിവർത്തി. ഇപ്പോഴ് ശരിക്കും ഏറ്റവും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന അക്ഷര മാമിന്റെ അടുത്ത് ഇതിപ്പം വിട്ടു പോകുമ്പോ നമുക്ക് പിന്നീടുള്ള കോണ്ടാക്ട്സ് കുറവായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാ ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും ഒരു ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഒരു പരസ്യമാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ അകത്ത് ഇന്നിപ്പോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും ഡെഫിനറ്റ്ലി നിങ്ങൾ ആരും ഒരിക്കലും ഒരു ബാഡ് ഡിസിഷൻ അല്ല, ഇറ്റ്സ് എ വെരി വൈസ് ഡിസിഷൻ നിങ്ങളൊരു ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഈ സഹായിക്കാനുള്ള ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് നമ്മൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് മാർക്സോടുകൂടി പാസ്സാവാനും നമ്മളുടെ ഏത് രീതിയിലും നമ്മളെ സഹായിക്കാനും ഇവരെല്ലാവരും മുന്നിലുണ്ടാവും. അത് നിങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്നെ ഇത്രയും മാത്രം സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പുതിയ തലമുറകളെ തീർച്ചയായിട്ടും എന്തുമാത്രം അത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. ഇപ്പോ എനിക്ക് എല്ലാവരും പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഓരോ ക്ലാസ്സസും, ഞാനൊരു പുതിയ സബ്ജക്റ്റ് ആണ്, MA സൈക്കോളജി ആയിരുന്നു. അതിന്റെ വേർഡ്സ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ വേണ്ടി കുറെ പാട് ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചേഴ്സിന്റെ ആ ദിവസമുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇതിന്റെ അകത്ത് ലേൺവൈസിലെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ഈ PYQ അതും എല്ലാം ടോട്ടലി നമ്മളെ എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഇനിയും പഠിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് എല്ലാവരും കഴിയുന്നതും നമുക്ക് പരിചയമുള്ളവരെയൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും നല്ല എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിച്ച ഒരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എ ബിഗ് താങ്ക്സ്, എസ്പെഷ്യലി ടു മൈ മെന്റർ. എനിക്ക് മെന്ററെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ചൊരു ഇതാവുന്നുണ്ട്. പക്ഷെ ഐ എം റിയലി ഹാപ്പി. ഇനി വരുന്ന ജനറേഷനും നാച്ചുറലി നിങ്ങളും ഇതിൽ ഒരിക്കലും ഒരു പിന്നോക്കം വരുത്തണ്ട. ഇതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ഫീൽ എനിക്ക് ചിലപ്പം കിട്ടാറുണ്ടായിരുന്നു. ബിക്കോസ് ഇവരുടെ ഓരോ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാം ഓൺലൈൻ വഴി ആണെങ്കിൽ പോലും വി ഫെൽറ്റ് ദാറ്റ് ഞാൻ തിരിച്ചു വീണ്ടും കോളേജ് ലൈഫിലേക്ക് പോയ ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് നമ്മള് ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാനും ഈ പറയും പോലെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടാണ് ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അല്ലെ? നമ്മുടെ ന്യൂ ലേണേഴ്സിന് അത്രയും നല്ലൊരു ഇൻസ്പിറേഷണൽ സ്പീച്ച് ആയിരുന്നു. ഒന്നുകൂടെ നമുക്കത് എന്താ അടിവരായിട്ട് പറയാം അല്ലെ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മാം ആണ്. എന്നിട്ട് കൂടി നമ്മുടെ എന്താണ് കംപ്ലീറ്റ് ആയി ഇവൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെ? നമ്മുടെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടെ ഒരു കോളേജിൽ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് നമ്മളുടെ അലുമിനി ആയിട്ട് വരുന്നത് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ MA സൈക്കോളജി ജൂലൈ 24 ബാച്ച് ആണ്. ഓവർ ടു യു ഉണ്ണികൃഷ്ണൻ. കേൾക്കുന്നുണ്ടോ? ആക്ച്വലി ഒരു താങ്ക്സിലാണ് ഞാൻ തുടങ്ങേണ്ടത് നിങ്ങളോട് എല്ലാവരോടും. പ്രത്യേകിച്ചും അക്ഷര മാം ആണ് വെണ്ടർ. അക്ഷര മാമിനോടും ലേൺവൈസിനോടും അതിന് ഈവൻ ഫസ്റ്റ് രജിസ്ട്രേഷൻ തൊട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം.
കാരണം ഞാൻ ആക്ച്വലി ഇത് 3ാമത്തെ തവണയാണ് MA സൈക്കോളജി ചെയ്യുന്നത്. ഞാൻ 2 വട്ടം ആക്ച്വലി ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇയറിൽ ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ ആയിരുന്നു വെച്ചിരുന്നത്. ഫസ്റ്റ് ടൈമിൽ 2 ടൈമും ബാംഗ്ലൂർ ആയിരുന്നു വെച്ചിരുന്നത്. ഫസ്റ്റ് ടൈം മെന്റർഷിപ്പോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസോ വഴിയല്ല ചെയ്തത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ നോക്കി. പക്ഷെ അത് ലാക്ക് ഓഫ് സപ്പോർട്ടുകൾ കാരണം എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് 2ാമത്തെ വട്ടം ചെയ്തത് ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്തത്. പക്ഷെ അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പൈസയും പോയി മനസ്സമാധാനവും പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോ അങ്ങനെ ഇരുന്ന് ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ലേൺവേഴ്സിനെ കുറിച്ച് കേട്ടതും. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു ഇതും അതുപോലെ ആകുമോ എന്നുള്ളത്. അപ്പോ ഒന്നിപ്പഴച്ച മൂന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ ശരി ഇതും കൂടി ട്രൈ ചെയ്തേക്കാന്ന് കരുതി കയറിയതാണ്. പക്ഷെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തരും. അക്ഷരാമമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും തന്നെയും ഓക്കെ കുഴപ്പമില്ല ട്രൈ ചെയ്യാം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് വന്നത്. അപ്പോഴും സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് ക്ലാസ്സുകളിൽ കയറി നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് സെഷൻസും എല്ലാം കണ്ടു. അതിലുപരി അക്ഷര മാമിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട്. ഞാൻ മിക്കവാറും ക്ലാസ്സുകളിൽ കയറില്ല, ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ലൈഫ് സയൻസ് ഫീൽഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലത്താണ് സ്ഥലം, എറണാകുളത്താണ് ഓഫീസ് ഉള്ളത്. കൊല്ലം എറണാകുളം വീക്ക്ലി ട്രാവലിംഗ് ആയിരിക്കും. മിക്കവാറും ക്ലാസ്സുകൾ കേട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ലാസ്റ്റ് മൊമെന്റിലാണ് പഠിക്കുന്നത്. അപ്പൊ മാമിന് കറക്റ്റ് ആയിട്ട് അറിയാം. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് അയച്ചു തരും. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് എല്ലാം അയച്ചു തരും. ഷോർട്ട് നോട്ട്സ് അയച്ചു തരും. അതിന്റെ കൂട്ടത്തിൽ ഒരു ഓഡിയോയും കാണും. അതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയുന്നില്ല. അപ്പോ അതിനകത്ത് കാണും മാമിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം. അപ്പം ആ നോട്ട്സ് വായിച്ചു നോക്കി അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ പൊക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിന് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മളല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്ത് നമ്മൾ പഠിക്കണം എന്നുള്ളതില്ല. സോ ലേൺവൈസിന്റെ നോട്ട്സ് ഓൾറെഡി നമുക്ക് അതിനകത്ത് കാണും. അത് മാത്രമല്ല അസൈൻമെന്റ് എഴുതാനുള്ള സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ആണെങ്കിലും അതിലുപരി നമുക്ക് ഏതൊരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ്സിലായിരിക്കും എന്തെങ്കിലും വായിക്കുന്നത്. ആ ടൈമിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അക്ഷര മാമിന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടേക്കും. സോ മാം ഓൺലൈൻ വരുന്ന ടൈമിൽ അതിന് ഇതുവരെ മെസ്സേജ് തരാതെ പോയിട്ടില്ല. എല്ലാ ക്ലാരിഫിക്കേഷൻസും ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് അസൈൻമെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടോ, ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ പഠിത്തത്തിന്റെ പ്രോഗ്രസ് എന്താണ്, ഇതൊക്കെ ഇപ്പം എല്ലാവരും പറഞ്ഞ കണക്ക് തന്നെ ഓൺ ടൈമിന് മാം വിളിച്ച് അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. സോ ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ് വളരെ വളരെ പോസിറ്റീവാണ്. ഇനിയും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. അതുപോലെ തന്നെ എല്ലാ ആശംസകളും ലേൺവൈസിനും തരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ, കൂടുതൽ ബാച്ചുകൾ വരട്ടെ, നല്ല രീതിയിൽ പോകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എല്ലാവർക്കും ഉള്ള ആശംസകളും. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുന്നു മുന്നോട്ട് പോകട്ടെ എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഉണ്ണികൃഷ്ണൻ ഫോർ ദ കൈൻഡ് പ്രേയേഴ്സ് ആൻഡ് വിഷസ്. ഈവൻ ട്രാവലിംഗിലായിക്കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ജോയിൻ ചെയ്യണം, പറയണം, സെഷനിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് നമ്മള് ഡെഫിനറ്റ്ലി ആക്ച്വലി ഈവൻ ഹനയുടെ അടുത്താണ് എനിക്ക് ആ ഒരു താങ്ക്സ് പറയേണ്ടത്. സോ അക്ഷര മാം ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മാമിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു. മാം ആക്ച്വലി വീക്കെൻഡ് ആണ്, കുറച്ച് പ്ലാൻസ് ഓൾറെഡി ഉണ്ട്, ഞാൻ ട്രാവലിംഗ് ആയിരിക്കും, മൺഡേ എത്തത്തോളൂ തിരിച്ച് കൊല്ലത്തെന്ന് പറഞ്ഞപ്പോൾ മാം പറഞ്ഞത് മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കാന്നുള്ളതാണ്. പക്ഷെ താങ്ക്സ് ടു യു ഓൾസോ ഹന, അത് ഫോളോ അപ്പ് ചെയ്ത് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ചു തന്നതിനും. അതുപോലെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇനി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അത് ഞാൻ മാമിനോട് ചെയ്യുന്ന അക്ഷര മാമിനോടും നിങ്ങളോടും ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആയിരിക്കും അത്. കാര്യം ഇത്രയും സപ്പോർട്ട് തന്നിട്ട് ഞാൻ തിരിച്ചതിനൊരു റെസ്പോൺസ് തന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോശമായി പോകുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഞാൻ ഇവിടെ വെളിയിൽ നിൽക്കുന്നത്. താങ്ക്സ് ലോട്ട് ഫോർ സപ്പോർട്ട്. അപ്പൊ നമുക്ക് ന്യൂ ലേണേഴ്സിനുള്ള നല്ലൊരു മെസ്സേജ് ആണ് അല്ലെ. നമുക്കും ഇതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അലുമിനി ഒക്കെ ആയിട്ട് വന്ന് ഇതുപോലെ പറയാനുള്ളതാണ് അല്ലെ. അതുപോലെ നമുക്ക് പഠിച്ച് തീർക്കാനുള്ളതാണ്, നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നൗ ഫാത്തിമ ഫ്രം MCOM July 23 batch. Fatima, audible ആണോ? Hi everyone, I'm Fatima. I can proudly say I'm a postgraduate. I've did MCOM, and I thank LearnWise for giving this opportunity to address a large audience. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഓഡിയൻസിന്റെ അടുത്ത് സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. And I thank you, Durga ma'am, for giving this opportunity. എന്നെ കറക്റ്റ് സമയത്ത് ഇതിന് ഇൻഫോം ചെയ്തു. ഞാൻ അങ്ങനെ എന്നെ റെഡിയാക്കി. താങ്ക് യു മാം. ആൻഡ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയാനായിട്ട് ഞാനിപ്പം നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ വിത്തൗട്ട് ലേൺവൈസും
വിത്ത് ലേൺ വൈസും എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ MCOM സെക്കൻഡ് ഇയറിലാണ് ലേൺ വൈസ് രജിസ്റ്റേർഡ് ആയത്, ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഇയറിൽ ഞാൻ 2022 ജോയിൻ ചെയ്തെങ്കിലും ഞാൻ 22 എക്സാം എഴുതിയില്ല, 23 എക്സാം എഴുതിയില്ല. കാരണം ഞാൻ മാരീഡ് ആയി, ഞാൻ സൗദി റെസിഡന്റ് ആണ്. അപ്പം ഞാൻ സൗദിയിലേക്ക് പോയി. എനിക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. എപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, എപ്പം എക്സാം രജിസ്റ്റർ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു, ഞാൻ കോളേജിൽ പോയ വ്യക്തിയാണ്, ഡേ സ്കോളർ ആയിരുന്നു. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതാതെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്ത് എൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. താങ്ക്ഫുള്ളി ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം, അതിനല്ല താങ്ക്ഫുൾ, ഞാൻ ലേൺ വൈസിന്റെ ഒരു വീഡിയോ കാണാനിടയായി. എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തപ്പം ഇതേപോലെ PYQ അനാലിസിസ് വീഡിയോ കണ്ടു. അങ്ങനെ ഞാൻ ഈ ലേൺ വൈസിലേക്ക് എക്സ്പോസ്ഡ് ആയി. അതിനുശേഷം എനിക്കൊരു സ്ട്രക്ചർ കിട്ടി, ഡയറക്ഷൻ കിട്ടി. എന്റെ മെന്റർ ദുർഗ മാം എന്നെ ഡയറക്റ്റ് ചെയ്തു. ഈവൻ തോ ഞാൻ സൗദിയിലാണെങ്കിൽ പോലും എനിക്ക് എന്റെ അസൈൻമെന്റ്സ് എല്ലാം ഞാൻ അപ് ടു ഡേറ്റ് സബ്മിറ്റ് ചെയ്തു. എന്റെ എക്സാംസ് ഞാൻ രജിസ്റ്റേർഡ് ആയിരുന്നു, എക്സാംസ് എഴുതി. അങ്ങനെ ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് മാത്രമല്ല, ഞാൻ പ്രഗ്നന്റ് ആയ സമയത്താണ് ഞാൻ ഇത് രജിസ്റ്റർ ചെയ്തത്. ഈവൻ ദോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ പോയി എക്സാം എഴുതിയിട്ടുണ്ട്. എന്റെ ബേബിക്ക് ഇപ്പം 1.5 years ആണ്. അപ്പം ആ ഒരു ടൈം എല്ലാരും നേരത്തെ ഒരു മാം പറയുന്നുണ്ടായിരുന്നു, വെരി സീനിയർ മാം, നമ്മുടെ ലേഡീസിന്റെ കാര്യം പറയാനാണെങ്കിൽ എപ്പോഴും ഈ ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി പിന്നെ ഡെലിവറി അങ്ങനെ പറഞ്ഞ ഒരു 2 വർഷം നമ്മുടെ കരിയറിൽ നിന്ന് പോകും. അപ്പൊ ഞാൻ ഇതൊരു ചലഞ്ച് ആയിട്ട് എടുത്തു. നമ്മുടെ ഈ ലേൺ വൈസിൽ കയറിയതിനു ശേഷം എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. ഞാനിതൊരു ചലഞ്ച് ആയിട്ട് എടുത്തു. ഐ വോണ്ട് വേസ്റ്റ് മൈ 2 years അല്ലെങ്കിൽ 1 year ഇതിന്റെ പുറകെ ഞാൻ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ്സസിലൂടെയും ഈ ഓൺലൈൻ ക്ലാസ്സസിലൂടെയും എല്ലാം റെഗുലർ ആയിട്ട് എൻ്റെ മാം മെന്റർ എനിക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു. ലൈവ് സെഷൻസിന് എല്ലാത്തിനും നമുക്ക് നേരത്തെ കുറച്ച് പ്രയർ ആയിട്ട് മെസ്സേജസ് തരും, സോ ദാറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ എം എ പെർഫെക്റ്റ് സ്റ്റുഡന്റ്. ഞാൻ പെർഫെക്റ്റ്ലി എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയതൊന്നും ഇല്ല. ജസ്റ്റ് ആ മെന്റേഴ്സ് പറയുന്ന ആ ഒരു സമയത്ത് ഫ്രീ ആക്കി വെക്കുക. അപ്പം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തു. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഞാനും ഇതേപോലെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ 2-3 എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല ജോയിൻ ചെയ്തതിനു ശേഷം. ഈ മെന്റർഷിപ്പ് കൊണ്ട് ഞാൻ കറക്റ്റ് അതിൻ്റെതായ ഫ്ലോയിൽ പോയി എനിക്കിപ്പം അത് അച്ചീവ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല വേറൊരു മേജർ എൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്ന ലേൺ വൈസ് ആണ്. അതായത് നമ്മൾ 2023 ഇപ്പം ഞാനത് ജോയിൻ ചെയ്തതിനു ശേഷം എനിക്കൊരു മൊമെന്റം കിട്ടി. ഞാന് MCOM എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് പിന്നെയും പഠിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ലേൺ വൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്താ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, നോക്ക് എനിക്ക് ഇതേപോലെ ഇന്ന എക്സാംസ് എഴുതണമെന്നുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്റെ ബേബിനെ നോക്കണം. അങ്ങനെയൊക്കെ ഞാനൊരു സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങി. ആൻഡ് ഐ കൺഗ്രാറ്റുലേറ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. നിങ്ങളിപ്പം ലേൺ വൈസ് ചൂസ് ചെയ്തത് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തതാണ്. അതുകൊണ്ട് യു ഹാവ് ടേക്കൺ എ സ്റ്റെപ്പ്. അതൊരു ബിഗ് സ്റ്റെപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ആ ഫ്ലോയിൽ ഇനിയും അച്ചീവ് ചെയ്യും. അങ്ങനെ ഞാൻ CAയും കൂടെ, CA ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. CA എക്സാംസും കൂടെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ MCOM എക്സാംസിന്റെ കൂടെ തന്നെ CA എക്സാംസും പ്രിപ്പയർ ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു. എൻ്റെ നെക്സ്റ്റ് ഗ്രൂപ്പിന് ഞാൻ പ്രിപ്പയറിംഗ് ആണ്. മീൻ വൈൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും ഒന്നും പ്രൊഡക്റ്റീവ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു 5-10 ദിവസം ഭയങ്കര പാടായിരിക്കും നമുക്ക്. പക്ഷെ നമ്മള് ആ ഒരു പാട് ദിവസങ്ങള് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ഈസി ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവും. ആ ദിവസങ്ങൾ നമ്മൾ നന്നായിട്ട് ലൈക്ക് നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടും നിങ്ങൾക്ക് നല്ല നല്ല ടൂൾസ് ഉണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തായിരുന്നു PYQ അനാലിസിസ്, പിന്നെ നോട്ട്സ്, അസൈൻമെന്റ് സപ്പോർട്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഈസി ആയിട്ടുള്ള സമയങ്ങളും ഉണ്ട്, ഹാർഡ് ആയിട്ടുള്ള സമയം, രണ്ടും അക്സെപ്റ്റ് ചെയ്യുക. രണ്ടും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടൂൾസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാം ഇതേപോലെ ലൈവ് ഇവന്റ്സും എല്ലാം അറ്റൻഡ് ചെയ്ത് എല്ലാം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ചെയ്യുക. ഐ എം ഷുവർ നിങ്ങൾക്ക് ഒരുപാട് ഹൈറ്റിൽ എത്താൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇതില് ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾക്ക് ഇനി ഒരുപാട് നിങ്ങൾ അംബീഷ്യസ് ആവാനും ഗോൾസും എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഫാത്തിമ.
നല്ലൊരു മെസ്സേജ് ആണ് അല്ലേ? നമുക്ക് കരിയർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വെക്കേണ്ടതല്ല. നമ്മളെ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് തന്നെയാണ് നമുക്ക് നമ്മുടെ കരിയറും അല്ലേ? അപ്പൊ അങ്ങനെ നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു ഫാത്തിമ അഗെയിൻ. നെക്സ്റ്റ് നമുക്ക് രാജിക ആണ്. MBA Jan 24 ബാച്ച് ആണ്. രാജിക കേൾക്കുന്നുണ്ടോ? എന്റെ പേര് രാജിക, ആലുവയിലാണ് എന്റെ വീട്. ഞാനും ഇതുപോലെ MBA ആയിരുന്നു. ഇപ്പൊ എക്സാം കഴിഞ്ഞു, വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് എന്റെയും കാര്യങ്ങള്. ഞാനും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരു 10 വർഷത്തിന് ശേഷമാണ് ഇതൊരു സൊസൈറ്റിയിൽ വിളിക്കുകയും ഇത് ജോയിൻ ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും ഉള്ള പോലെ തന്നെയുള്ള അനുഭവങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. ഇതുപോലെ മെന്റേഴ്സ് ആണെങ്കിലും ആഴ്ച വീക്കിലി വിളിക്കുമ്പോൾ നമുക്കൊരു റീചാർജ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ ആ വീക്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കുടുംബം, അതുപോലെ ഞാൻ പ്രൈവറ്റ് കൊണ്ട് വർക്ക് ചെയ്യാണ്. നമുക്കപ്പോൾ ആ ഇത് എല്ലാം കൂടി ഒരു ടൈറ്റ് ഫീലിംഗ് ആണ്. അതിലൊപ്പം തന്നെയാണ് നമ്മൾ പഠിക്കാനും നമ്മൾ ആ മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ആ ഒരു വീക്കിൽ നമുക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ മെന്റർമാരെ വിളിക്കുമ്പോൾ നമുക്കൊരു റീചാർജ് ചെയ്യുന്ന പോലെയാണ്. ഇനി നെക്സ്റ്റ് ടൈമെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവരോട് പറയണം, വീണ്ടും ആ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഫീല് നമുക്കപ്പോ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എക്സാമിനാണെങ്കിലും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു മോഡൽ എക്സാം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഒരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലാസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ക്ലാസ്സുകൾ, ഓരോ കോഴ്സിന്റെ ക്ലാസ്സുകൾ. ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും കേട്ട് അത് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലാവും. നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അത് തന്നെ ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ, ഈ ഒരു ഫാമിലിയുടെ ഇതും പിന്നെ വർക്കും എല്ലാം. പക്ഷെ നമുക്ക് ഈ ലേൺ ബേസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ക്ലാസ്സുകൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കേട്ടാൽ തന്നെ നമുക്കെല്ലാം ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നോട്ട്സും കാര്യങ്ങളെല്ലാം ഒന്ന് റെഫർ ചെയ്താൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ എന്റെ മെന്റർമാരായിരുന്നു വാണി മാം, അതുപോലെ ദുർഗ മാം, ഇവരൊക്കെ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു ഇത് കാര്യത്തിന്. ഇപ്പൊ അസൈൻമെന്റ് ആണെങ്കിലും ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും അതുപോലെ പ്രോജക്റ്റ് ഇപ്പൊ എനിക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യും, അസൈൻമെന്റ് എങ്ങനെ ചെയ്യും, അതുപോലെ പ്രോജക്റ്റ് ഇതെല്ലാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ഈ 2 വർഷത്തിനുള്ളിൽ ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടെൻഷൻ നമുക്ക് റിലീഫ് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞത്. ലേൺ ബേസിൽ നമുക്ക് ഈ കടന്നു പോകുമ്പോൾ തന്നെ അറിയാം ലേൺ ബേസിലെ ടീം എല്ലാവരും പുറത്തിലെ ഒരു പ്രവർത്തിക്കുകയാണെന്നുള്ളത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ടെൻഷൻ വരികയാണെങ്കിൽ അതിന് വേണ്ട ഹാപ്പി സെക്ഷൻ എല്ലാം ലേൺ വൈസ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ വേണ്ട. നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്ന ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മളെല്ലാം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പഠിക്കാനുള്ളതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും ഒരു ഇപ്പൊ MBA എന്ന് പറയുമ്പോൾ 2 വർഷത്തിൽ ഒരു സെമസ്റ്റർ അങ്ങനെ 4 സെമസ്റ്ററുകളാണ്. ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ, നമുക്കിത് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്കിത് എങ്ങനെയായാലും നേടിയെടുക്കണം എന്നുള്ളത്. അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ലേൺ ബേസ് വരുന്നുണ്ട്. ഒരു നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ എയിം നേടാൻ പറ്റുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പറഞ്ഞത് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഞാൻ ലേൺ ബേസിനോട് നന്ദി പറയുകയാണ്. എന്റെ മെന്റേഴ്സിനോടും താങ്ക് യു രാജിക. നെക്സ്റ്റ് വിദ്യ റിജോയിൻഡ് ആണോ? യെസ് മാം. യെസ്. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എന്റെ പേര് വിദ്യ. ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. പക്ഷെ ഞാൻ ബേസിക്കലി ഗുജറാത്ത് സെറ്റിൽഡാണ്. ഒരു 18 വർഷമായിട്ട്
ഞാനൊരു PG ചെയ്യണം, ഞാനൊരു ടീച്ചറായി വർക്ക് ചെയ്യാം. PG ചെയ്യണമെന്ന് എനിക്ക് മനസ്സ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും ഇതേപോലെ ഒരു FB-യിലാണ് നമ്മൾ ഇതേപോലെ ലേൺവൈസിന്റെ ആപ്പ് കണ്ടത്. ഞാൻ അതില് വിളിച്ചു സംസാരിച്ചു. ഫ്രം ദ ബിഗിനിങ് മുതൽ നമുക്ക് ലേൺവൈസ് സപ്പോർട്ടാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവരുടെയും ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ലേൺവൈസ്. എനിക്ക് ന്യൂ ലേണേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് നമുക്ക് ഡേറ്റ് എന്ന് വന്നോ അന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, എന്റെ ഡേറ്റിലേക്ക് നിങ്ങൾ അത് വെക്കരുത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ബോർഡർ വരച്ചിട്ട് മെന്റേഴ്സ് പറഞ്ഞു തരും, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ചെയ്യുക. ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻസ് ദെൻ സാമ്പിൾ യു ഹാവ് ടു റൈറ്റ് ഫസ്റ്റ്. ഓക്കെ, ആൻഡ് ദെൻ 1 or 2 നിങ്ങൾ സാമ്പിൾ എഴുതിയതിന് ശേഷം മെന്റേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ ആണോ അല്ലേതാണെന്ന്. എന്നിട്ട് നിങ്ങൾ ഫെയർ കോപ്പി നന്നായിട്ട് എഴുതിയിട്ട് അസൈൻമെന്റിന്റെ കാര്യം ചെയ്യുക. അതിന് നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമ്മൾ മോസ്റ്റ് ഓഫ്ലി വരുന്നത് വർക്കിംഗ് പീപ്പിൾസ് ആയിരിക്കും. അപ്പോ ഞാനും വർക്കിംഗ് പീപ്പിൾ വുമൺ ആയതുകൊണ്ട് തന്നെ എല്ലാതും എന്റെ സോഷ്യോളജിയാണ്. അപ്പൊ അതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. റീഡിങ്ങിന് നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ന്യൂ ബിഗിനേഴ്സിനാണ് ഞാൻ പറയുന്നത്. അപ്പോ മേ ബി അത് എന്റെ ടൈമിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, അയ്യോ പഠിച്ചിട്ടില്ല എന്ന ടെൻഷൻ പാടില്ല. PYQ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ലേൺവേഴ്സിന്റെ ആപ്പിൽ PYQ അവൈലബിൾ ആയിരിക്കും. ഈവൻ എവരി സബ്ജക്ട് എവരി ടോപ്പിക്കിന്റെയും പിന്നെന്താ പറയാ മാർക്കും അതിലുണ്ടാവും. എത്ര മാർക്ക്, ഏത് ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യണം, ഏത് ചാപ്റ്റർ കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ എയിം വന്നിട്ട് അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അസൈൻമെന്റ് ഓവർ PYQ ഉണ്ടായിരിക്കും. അപ്പൊ PYQ നിങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. അതിലുണ്ടാവും ഹൈ, മീഡിയം, ലോ. സോ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. സോ ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ സെപ്പറേറ്റ് എഴുതി വെക്കുക. നമുക്കൊരു പ്ലാനിങ് ഉണ്ടായാൽ മതി ബെസ്റ്റ്. പിന്നെ നമ്മുടെ മെന്റേഴ്സ് നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി വെക്കുക 8 പ്രാവശ്യം. ഞാനൊക്കെ അതാണ് പ്രോപ്പർ ആയിട്ട് ഒരു നോട്ട്ബുക്ക് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ടിക്ക് ചെയ്ത് പോകും. ഓക്കെ, ഇതെന്റെ ഓവർ, ഇതെന്റെ ഓവർ, അങ്ങനെ ഞാൻ ടിക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. അപ്പൊ ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 100% 99% ചോദിച്ചിരിക്കും. പോസിബിളി ഉണ്ടായിരുന്നു. 2 വർഷം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പഠിച്ച് തുടങ്ങുക. പിന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ നമുക്ക് ഇവിടുന്ന് ലേൺവൈസിന്റെ അടുത്ത് നമുക്കൊരു മോഡൽ എക്സാം കിട്ടും. 3 അതായത് 3 hours നമ്മുടെ ആസ് ഇറ്റ് ഈസ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ലേൺവേഴ്സും കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾ ഒരു മിസ് ചെയ്യരുത്. ഓക്കെ, ഒരു പേപ്പറാണ് അവർ കണ്ടക്ട് ഈവൻ MSO ആ പേപ്പർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് ഓക്കെ ബിഫോർ ദ എക്സാം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ലേൺവൈസിന്റെ മോഡൽ എക്സാം ഓക്കെ ബോർഡ് എക്സാമിന് മുന്നേ നിങ്ങൾ ആ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഒരിക്കലും നിങ്ങൾ ആ മോഡൽ എക്സാം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ മോഡൽ എക്സാം മിസ് ചെയ്യരുത്. എന്താണോ അറിയാതെ എഴുതുക, എന്തായാലും പ്രോബ്ലം ഇല്ല. ടൈം മാനേജ്മെന്റ് നമുക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താണ് അറിയാം, ചിലപ്പോൾ നമുക്ക് വായിച്ചിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ വായിച്ചത് നമുക്ക് അപ്ലിക്കബിൾ ആവണമെന്നില്ല നമ്മൾ എഴുതുന്ന സമയത്ത്. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അയ്യോ ഞാൻ പഠിച്ചത് ഇതിൽ എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതെല്ലാം നമ്മൾ എക്സാമിന് എഴുതാൻ പോകുമ്പോ വർക്കിംഗ് നമുക്ക് വർക്ക് പിന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, റീഡ് നമുക്ക് ഓഡിബിൾ കിട്ടുന്നുണ്ട്. പക്ഷെ വർക്കിംഗ് പീപ്പിൾസ് ആണ് ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചാല് സോഷ്യോളജി ബേസ്ഡ് ആണ് പറയുന്നത്. കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ചെയ്യുക. എന്താണ് കൺസെപ്റ്റ്, അത് ക്ലിയർ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ടെക്നിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൺസെപ്റ്റിന്റെയും ഫോർ എക്സാമ്പിൾ 20 മാർക്കിന്റെ ആൻസർ മിനിമം 11-12 പോയിന്റ്, അതായത് നമുക്കൊരു 6-8 പേജ് നമ്മൾ എഴുതണം, എക്സാമിന് എഴുതണം. അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 11-12 പേജ് ഈച്ച് കൺസെപ്റ്റിന്റെയും നമ്മൾ ആ മെയിൻ ടോപ്പിക് നമ്മൾ പഠിച്ചു വെക്കുക, മെയിൻ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനെ എലോബറേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം, ഓൺ വേർഡ്സിൽ എഴുതാനുള്ളത്. എന്നിട്ട് എക്സാമിന് നമ്മൾ അതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെച്ചാൽ ഷുവറാണ് നമ്മൾ നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ പാസ്സാവും. അതൊരു ചെറിയ ടിപ്പ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെച്ചാല് ഒരു ടെൻഷനും വേണ്ട. ഇതിന്റെ കൂടെ നമുക്ക് ലേൺവേഴ്സിന്റെ എല്ലാത്തരം സപ്പോർട്ടും നമുക്ക് ഉണ്ടായിരിക്കും. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നെല്ലാം ഉണ്ടായിരിക്കും. ടെൻഷനും വേണ്ട, എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതിന് പുറകിൽ ഒരുപാട് ലേൺവേഴ്സിന്റെ ടീം ഉണ്ട് എന്നറിയാം, എഫേർട്ട് ഉണ്ട് എന്നറിയാം. ഈ അവസരത്തിൽ ഞാൻ ലേൺവേഴ്സിന്റെ എല്ലാ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കുകയാണ്. ഇതിനു മുന്നേ ഞാനൊരു PPT കണ്ടിരുന്നു അവരുടെ, നല്ല PPT ആയിരുന്നു, വെരി അപ്രീഷിയേറ്റബിൾ.
അതായത് ത്രൂ ഔട്ട് അവരുടെ ലേൺവൈസ് ടീമിന്റെ ഒരു ഇത് PPT നല്ലൊരു PPT ആയിട്ട് വെച്ചിട്ട് ഞാൻ എന്റെ മെന്ററുടെ അടുത്ത് ഞാൻ അതിനെ കുറിച്ചിട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് സം വേർഡ്സ് നല്ല PPT ആയിരുന്നു. നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ലേൺവൈസും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇത് പബ്ലിസിറ്റി വരാണ്ട് ലേൺവൈസിന്. ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല തോന്നുന്നു ഇങ്ങനെ ഒരു ഇതിനെ കുറിച്ചിട്ട്, ലേൺവൈസ് ടീമിനെ കുറിച്ചിട്ട്. ഒരു ഇതിനെ വിളിച്ചതിനും പിന്നെ ഒരിക്കലും തോന്നുന്നില്ല ഞാനൊരു ഫാമിലി മെമ്പർ ആയിട്ടാണ് കണ്ടുപോകുന്നത്. ഇനിയും ടച്ചിൽ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വിദ്യ മാം. പരീക്ഷ എഴുതേണ്ട കാര്യം, മോഡൽ എക്സാമിന്റെ കാര്യമൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെജോ ആണ്. MCOM Jan 24 ബാച്ച് ആണ്. സ്റ്റെജോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നതിന് ലേൺവൈസിലെ ഫുൾ മാനേജ്മെന്റ് ടീമിനോട് ഞാൻ എക്സ്പെഷ്യലി നന്ദി പറയുന്നു. ത്രൂ ഔട്ട് ദ ജേണി ഞാൻ ഫസ്റ്റ് ഒരു അഡ്വൈസ് എല്ലാവരോടും പറയാണ്, നിങ്ങളെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു PG അല്ല ഡിഗ്രി അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റഡി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു വിട്ടിരിക്കുന്നത് എക്സാക്ട് പ്ലേസ് ആണ്. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം കിട്ടാനെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഒരു PG ഒക്കെ എടുക്കുന്ന 2 ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വപ്നതുല്യ ഒരു കാര്യമായിരുന്നു. അത്ര ഡിഗ്രി കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കാം, എല്ലാം നിർത്തി പോകാന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ലേൺവേഴ്സിൽ ജോയിൻ ആയത്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, കുറച്ച് വർക്കും ഡ്യൂട്ടി ഇഷ്യൂസും കാരണം. അന്ന് എനിക്ക് മെൻഡർ ഉണ്ടായിരുന്നു, സാന്ദ്ര മിസ് എന്നാണ് പേര്. പിന്നെ മിസ് മാറി, അശ്വതി മിസ് ആയി. അങ്ങനെ 2-3 റീസെന്റ് ആയിട്ട് രാഗി മിസ്. ത്രൂ ഔട്ട് ദ ജേണി ഈ ലേൺവേഴ്സിലെ ഫാക്കൽറ്റീസ് എന്ന സപ്പോർട്ട് എന്ന് പറയാൻ എൻറ്റയർലി ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും ആദ്യം തൊട്ട് അവസാനം വരെ. അസൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊജക്ടിന്റെ കാര്യത്തിലാണെങ്കിലും ക്ലാസിന്റെ കാര്യത്തിലാണെങ്കിലും. ഞാൻ അസൈൻമെന്റ് ഒക്കെ എനിക്കും ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം. കംപ്ലീറ്റ് അസൈൻമെന്റ് ഞാൻ ലേൺവൈസിന്റെ സപ്പോർട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് നമുക്ക് എല്ലാവരും വിചാരിക്കും ഡിസ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണോ, ഡിസ്റ്റൻസ് ഭയങ്കര വിഷയമാണോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ബട്ട് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ എത്തിയിരിക്കും കറക്റ്റ് സ്ഥലത്താണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ടിപ്പ് പറഞ്ഞതാണ്. ഞാനിപ്പോ ഇതിൽ യൂസ് ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഈ വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. അപ്പൊ വീഡിയോസ് കണ്ടിട്ട് ഞാൻ എന്റെ പേഴ്സണൽ ട്രിക്കാണ്, ഞാൻ മോസ്റ്റ് ഓഫ് ദ വർക്കുള്ള കാരണം ഞാൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. അപ്പോ ഞാൻ എടുക്കുന്ന വെച്ചാൽ ലാസ്റ്റ് ടൈം എക്സാമിന്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ സെഷൻ എടുത്തിട്ട് വീഡിയോസ് ഇങ്ങനെ ക്ലാസ്സസ് കാണും. സോ ഞാനെടുത്തൊരു ടിപ്പ് എന്ന് പറയാനായിട്ട് ഒരു സബ്ജക്റ്റിന്റെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു 2 ചാപ്റ്റർ പഠിക്കുക. ഞാൻ എന്റെ ടിപ്പായിട്ട് പറയുന്നത്, ഫസ്റ്റ് ഒരു 2 ചാപ്റ്റർ, പിന്നെ ആ സബ്ജക്റ്റിന്റെ മിഡിലുള്ള 2 ചാപ്റ്റർ, പിന്നെ അവസാനമുള്ള 2 ചാപ്റ്റർ, ടോട്ടൽ 2, 4, 6 ചാപ്റ്റർ. 6 ചാപ്റ്റർ വീഡിയോ നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നോട്ടിൽ എഴുതിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെക്കും. അതെല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതിനിടയിലുള്ള ചാപ്റ്റർ ജസ്റ്റ് വീഡിയോസ് ഒന്ന് കാണും, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഇതായിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. ഈ ഒരു പാറ്റേൺ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ആ ഒരു വീഡിയോന്റെ ക്വാളിറ്റി കൊണ്ട്, വീഡിയോയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രമാണ്. എനിക്ക് ലേൺവേഴ്സ് ജോയിൻ ചെയ്തതിന് മുന്നേ PG കുറേ ബുക്കൊക്കെ വീട്ടിലിരിപ്പുണ്ട്. ഞാനൊരൊറ്റ ബുക്ക് പോലും പഠിച്ചിട്ടില്ല ഇന്ന് വരെ. വീട്ടിലിരിക്കുന്ന ബുക്കൊക്കെ ഇപ്പോഴും പുസ്തകം പോലെ ഇരിപ്പുണ്ട്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ, ഞാനിപ്പോ ഫൈനൽ ഇയർ കഴിഞ്ഞു, PG കംപ്ലീറ്റ് പാസ്സായി. ത്രൂ ഔട്ട് ലാസ്റ്റ് വീക്കിലാണ് പാസ്സായത്. ഞാൻ PGന്റെ റിസൾട്ട് ലാസ്റ്റ് വീക്ക് കണ്ടപ്പോൾ എനിക്ക് എസ്പെഷ്യലി താങ്ക് യു പറയാനുള്ളത് രാഗി മിശ്രമാണ്. അതായത് അസൈൻമെന്റ് വെച്ചോ, അസൈൻമെന്റ് എഴുതിയോ, നീ പഠിക്കുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ, എസ്പെഷ്യലി നമ്മളൊരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു എക്സ്ട്രാ ഫീല് ലേൺവേഴ്സും തരുന്നുണ്ട്. ഞാൻ അധികം പറഞ്ഞാലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്തായാലും ഇതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് PG എടുക്കണം എന്ന് വിചാരിച്ച ആളെ അല്ല ഞാൻ. സത്യം പറഞ്ഞാൽ ലേൺവേഴ്സിലെ മാനേജ്മെന്റ്, ലേൺവേഴ്സിലെ ടീം, ലേൺവേഴ്സ് എന്ന സപ്പോർട്ട് ത്രൂ ഔട്ട് മൈ ജേണി. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഒറ്റ കാര്യം ലേൺവേഴ്സിൽ ട്യൂട്ടേഴ്സ് വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇടുക. ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ലേൺവേഴ്സിൽ എല്ലാം മുമ്പോട്ടുള്ളൂ. എസ്പെഷ്യലി രാഗി മിസ്സിനോട് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകും. അപ്പൊ ലാസ്റ്റ് ഒരു 6-5 മന്ത്സ് രാഗി മിസ് കംപ്ലീറ്റ് തന്നെ ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ വർക്കിന്റെ കേസിലാണെങ്കിലും വർക്കിന്റെ കേസിൽ കൂടെ സുഖമാണോ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, വിശ്വാസം, നീ പഠിക്കുന്നുണ്ടോ, ഇതെല്ലാം എന്നെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നത് മാത്രമാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഈ ലേൺവേഴ്സിൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്റ്റെജോ. എല്ലാരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക അല്ലെ. കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ ലേൺവൈസ് എന്താണ് ഡിഗ്രി കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സ്റ്റെജോ. ആൻഡ്
എന്താ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ വന്ന് പറയേണ്ടതാണ് അല്ലെ, കംപ്ലീറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, അപ്പൊ നമുക്ക് മെർലിൻ കേൾക്കുന്നുണ്ടോ? മെർലിൻ ഇപ്പൊ ഓക്കെ ആണോ? എല്ലാവരും ഹാപ്പി അല്ലേ? എന്റെ പേര് മെർലിൻ എന്നാണ്. ഞാൻ സൈക്കോളജി സൈക്കോളജി 3rd ഇയർ ആണ്. ഞാൻ 99 പ്രീ ഡിഗ്രി കൊണ്ട് എന്റെ വിദ്യാഭ്യാസം എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വറകട്ടിയിൽ നിന്ന് എതിരിയിലേക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. നീണ്ടൊരു 21 വർഷക്കാലത്തെ ആ ഒരു വലിയൊരു ഇതിൽ നിന്ന് ഞാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റഗ്രാം വഴിയാണ് കേട്ടോ ഞാൻ ലാംഗ്വേജ് രാവിലെ കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ മക്കളുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ പഠിച്ചാലോ? അപ്പൊ അവരെന്നോട് ഓക്കെ, പഠിക്കുന്നത് നല്ല കാര്യമാണ്, പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ലാംഗ്വേജിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് എനിക്കുണ്ട് പഠിക്കുന്നതിൽ. അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് എങ്ങനെ കേട്ടാൽ എനിക്ക് മനസ്സിലാകും. എല്ലാം ഒന്നുമില്ല കേട്ടോ, ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ എഴുതി പിടിപ്പിക്കാനൊന്നും എനിക്ക് ഫസ്റ്റ് പുസ്തകം കിട്ടി. ഞാൻ റെക്കോർഡർ ക്ലാസ് ഒക്കെ കണ്ടു. റെക്കോർഡർ ക്ലാസ് കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പറ്റും. പിന്നെ എനിക്ക് പേടിയായി, കാരണം ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുള്ളൂ, ഞാൻ എങ്ങനെ എഴുതും? ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിന്റെ ഹനമാമിനോട് പറഞ്ഞു, മെന്റർ ഹനമാമിന്റെ അടുത്ത് പറഞ്ഞു, മാമാണ് എനിക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്തത്. സാധിക്കൂടോ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു സാധിക്കും, എനിക്ക് സാധിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങി. ഓരോ റെക്കോർഡർ ക്ലാസ്സും കണ്ടു കഴിയുമ്പോൾ ആ പോർഷൻ ഞാൻ ടെക്സ്റ്റ് വായിക്കും. ഫസ്റ്റ് വായിച്ചപ്പോൾ ഒന്നും കയറിയില്ല കേട്ടോ, ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഒരു 3 തവണ ഞാൻ ടെക്സ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ ഒന്ന് മനസ്സിലായത്. പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിള്ളേര് ഈ അസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കത് എന്നാ സംഭവം അറിയത്തില്ലായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ ഹനമാമിന്റെ അടുത്ത് പറഞ്ഞു അസൈൻമെന്റിന്റെ ഗൈഡ് ഉണ്ട് ലാംഗ്വേജിൽ, അപ്പൊ അത് നോക്കി എഴുതാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആദ്യം റഫായിട്ടൊന്ന് എഴുതിയിട്ട് എനിക്ക് അയച്ചതാ, എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ റഫായിട്ട് അയച്ചു കൊടുത്തു. കുറേ വെട്ടും തിരുത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വെട്ടും തിരുത്തൊന്നും പാടില്ല, വൃത്തിയായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ അസൈൻമെന്റ് എഴുതിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഗൈഡ് ബുക്ക് നോക്കി കുറച്ച് എഴുതി, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് എഴുതി, കുറച്ച് ഗൂഗിളിൽ നിന്നൊക്കെ എഴുതി. അങ്ങനെയാണ് ഞാൻ അസൈൻമെന്റ് എഴുതി ഉണ്ടാക്കിയത്. ആ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇത്രയൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയില്ലേ എന്ന്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനലൈസിങ് നടക്കുന്നു. അതിൽ നോക്കിയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ്, ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വെച്ചിട്ട് അത് മാത്രം പഠിച്ചു എക്സാമിന് പോയപ്പോൾ. ഈ എക്സാമിന് പോകുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ആ ടെൻഷൻ മുഴുവൻ ഹനമാമിന്റെ അടുത്താണ് പറഞ്ഞത്. അപ്പോഴും പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട മെർലിൻ, അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുമെന്ന്. അപ്പോഴും എനിക്ക് വിശ്വാസമല്ല കേട്ടോ എന്നെ, കാരണം എനിക്ക് എഴുതാൻ അറിയത്തില്ല ഇംഗ്ലീഷ്, എങ്ങനെ എഴുതി പിടിപ്പിക്കുമെന്ന് എനിക്ക് അറിയാൻ മേല. അപ്പൊ ഞാൻ എക്സാം ഹോളിൽ ഞാൻ പേടിച്ചാ പോണത്, ഞാൻ പ്രാർത്ഥിച്ചാ പോണത് എനിക്ക് എഴുതാൻ പറ്റണേന്ന്. കാരണം ഈ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന പോലെ എഴുതാൻ പറ്റില്ല, ഞാനൊരു ഡ്രോപ്പ് ചെയ്യുന്നുള്ള വിചാരത്തിൽ തന്നെ കേട്ടോ ഞാൻ പോയത്. ഞാൻ പോയി എക്സാം ഹാളിൽ കയറി ചെന്നിരുന്നു. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോ ഞാൻ ഹാപ്പി, കാരണം ഞാൻ പഠിച്ചതാ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഞാനത് അവിടെ എഴുതിയത്. ആ ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. ബാക്കി എക്സാം ഞാൻ നല്ല കൂളായിട്ട് എഴുതി. എന്തായാലും ഫസ്റ്റ് ഇയറിൽ എൻ്റെ എക്സാമിനെല്ലാം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ കുഴപ്പിച്ചെന്നാന്നറിയോ, ബയോസൈക്കോളജി. എനിക്ക് അതിനകത്തെ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ ബയോളജി വിട്ടതാണ്, പിന്നെ എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതിനും ഏറ്റവും കൂടുതൽ എന്നെ ഹനാമ ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ മൂത്ത മോള്, അവളും ആണ് അതെനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ അങ്ങ് വന്നിട്ട് സെക്കൻഡ് ഇയറിലെ എക്സാം കൂളായിരുന്നു കേട്ടോ. ഞാൻ കൂളായിട്ട് പോയിട്ട് എഴുതി. അപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത, ഇത്രയും ഗ്യാപ്പ് വന്ന എനിക്ക് ഇത്രയും നന്നായിട്ട്, അതായത് ലാംഗ്വേജിലുണ്ട് എല്ലാം തന്നെ, നമുക്ക് ആൻസർ എങ്ങനെ എഴുതണം,
ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പേടി അതായിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്മൾ ലേൺവൈസിൽ നിന്ന് വായിച്ചിട്ട് അതിന്റെ ആൻസർ അവരെങ്ങനെ തന്നിരിക്കുന്നതെന്ന് നോക്കി ഒരു മോഡൽ എനിക്ക് കിട്ടി, ഇങ്ങനെ വേണം എഴുതാൻ എന്നുള്ളത്. പിന്നെ നമ്മള് സമയം നമ്മൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കെല്ലാം ഇങ്ങനെ വരും. നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കതെല്ലാം വരും. ഇപ്പൊ ഇത്രയും ഗ്യാപ്പോട് കൂടി എനിക്ക് ഈ എക്സാം എല്ലാം പാസ്സാകാൻ പറ്റിയെങ്കിൽ അതിന്റെ ഒരു കാര്യം എന്റെ മെന്ററാണ്. എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മെന്ററുടെ അടുത്താണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറയൂ വേണ്ട, ഞാൻ ഇത് ഒഴിവാക്കണം, എന്നെ കൊണ്ട് പറ്റുകയില്ല, എനിക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇരുന്നൊന്നും ഉറക്കെ വായിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോ അന്നേരവും ഹനയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. മെർലിനെ പറ്റും, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് താൻ വന്നില്ലേ, പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും നല്ലൊരു മെന്റർ ഒപ്പം ഉള്ളപ്പോ നമുക്ക് നമ്മുടെ ഈ കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് സാധിച്ചില്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ. സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് മെർലിൻ. നല്ലൊരു മെസ്സേജ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും എന്താണ് നമ്മളുടെ ഡിഗ്രി, നമ്മളുടെ സ്വപ്നം അത് എന്താണ് സഫല്യം ആക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലെ. നല്ലൊരു മെസ്സേജ് ആണ് മെർലിൻ തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെക്സ്റ്റ് സുബകൻ സാർ ആണ്, എന്റെ ലേണർ കൂടിയാണ്. MA സൈക്കോളജി ജൂലൈ 23 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അലുമിനി ആണ്. അപ്പോ സുബകൻ സാറിനെ വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു സാർ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഹനാമിന് ഒരു പ്രത്യേക വന്ദനം. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ BCom ആൻഡ് BBA സ്റ്റുഡൻസ് ആയിരിക്കും ഇന്നത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്ന് കരുതുകയാണ്. ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മലയാളത്തിൽ കേട്ടുപിടിച്ച ഒരു കാര്യമുണ്ട്, പരിശ്രമം ചെയ്യുകയിൽ പാരിലെത്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. നമുക്ക് പരിശ്രമിക്കുവാനുള്ള നീളമേറിയ 2 കൈകൾ തന്നുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇത് പഴയ കാലത്ത് മനുഷ്യൻ കായികാധ്വാനം ചെയ്യുന്ന സമയത്ത് ഉള്ള വചനമാണ്. അതുകൊണ്ടാണ് കൈകളുടെ കാര്യം മാത്രം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വിരൽ തുമ്പിൽ ഏത് വിവരവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള തരത്തിൽ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു നെവർ എൻഡിങ് വിഷ്യസ് സൈക്കിളാണ്. ഈ വിദ്യാഭ്യാസം യഥാസമയം പൂർത്തീകരിക്കുവാനോ ഇച്ഛാനുസരണം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനോ പലർക്കും പല കാരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ പഠിക്കുന്ന ആൾക്കാർ തന്നെ പ്രായമായവരുണ്ടാവും, പഠിക്കുവാൻ യഥാസമയം അവസരം പല കാരണങ്ങളാൽ കിട്ടാത്തവരുണ്ടാവും, റെഗുലർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്തവരുണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കാരണം പഠിക്കുവാൻ കഴിയാതെ പോയവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഏറ്റവും നല്ല ഒരു അവസരമാണ് ലേൺവൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എന്റെ അനുഭവമുണ്ട്, അതിന് ദൃക്സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു പ്രസ്താവന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ 7:30 ഇന്നത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം തുടങ്ങുമെന്നും അതിന് ഞാൻ അവൈലബിൾ ആയിരിക്കുമോ എന്ന് പലതവണ ഹനമാം ചോദിച്ചിരുന്നു. പല സാങ്കേതിക കാരണങ്ങളാലും ഇതിന് മുൻപ് നടന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 2023 MA സൈക്കോളജി അഡ്മിഷൻ ബാച്ചാണ്. ഇന്ന് സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ പൂർത്തിയാക്കുന്ന, സെക്കൻഡ് ഇയറിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന ദിവസമായിരുന്നു. JDTയിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ മണി 5:30-6 മണിയാവുന്നു വൈകിട്ട്. അതിനുശേഷം ഒരു 3 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് 8:30 ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എങ്കിലും 8:30 തന്നെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഒരു റെഗുലർ പ്രിപ്പറേഷൻ പഠന കാര്യത്തിൽ നടത്തുകയാണ് എങ്കിൽ അതിന്റെ
പ്രതിഫലനം എന്നോണം വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യവും നമ്മുടെ വശത്തിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ലേൺവൈസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ഒരു ടൈം ടേബിൾ പഠന ആവശ്യത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ടൈം ടേബിൾ അവർ ലഭ്യമാക്കി തരുന്നുണ്ട്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നുണ്ട്. റെക്കോർഡഡ് ഇതിനു മുൻപ് പല ആൾക്കാരും പലരും സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന കാര്യത്തിൽ റിപ്പീറ്റേഷൻസ് വന്നേക്കാം. അനൗചിത്യമുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ റെക്കോർഡഡ് ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ അത് റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയവും അത് ഉപയോഗിക്കുവാൻ ഒരു അവസരമുണ്ട്. ഇപ്പൊ എന്റെ വീടെന്ന് പറയുന്നത് ആലപ്പുഴയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ വയനാട്ടിൽ കൽപ്പറ്റയിലായതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതലുള്ള ഒരു വീട്ടിലുണ്ടാവേണ്ട ചെയ്യേണ്ടതായ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് നിർവഹിച്ചു വരികയാണ്. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസിന്റെ ഗുണം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും പച്ചക്കറികൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും ഈ ക്ലാസ്സുകൾ നമുക്ക് കേട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് സംശയവും ലൈവായിട്ട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ലഭ്യമാകും. തെക്കൻ കേരളത്തിലെ കാൻഡിഡേറ്റ്സിൽ വ്യത്യസ്തമായി ഞാൻ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ വന്നപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു കൽപ്പറ്റയിൽ വന്നിട്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, തെക്കൻ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ഒക്കെ വളരെ പ്രാപ്തി കുറഞ്ഞ ആൾക്കാരാണ്. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. മറ്റുള്ളവരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നിയേക്കാം. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ വെച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. ക്ലാസ്സുകൾ മലയാളത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ആ മലയാളത്തിൽ ക്ലാസ് തരുമ്പോൾ അത് ഇംഗ്ലീഷിൽ എക്സാമിനേഷൻ എഴുതുവാൻ പാകത്തിൽ അവരെ സജ്ജമാക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ ഇവർ തരുന്നുണ്ട് ലാംഗ്വേജ്. അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ റെഗുലർ ആയിട്ട് പങ്കെടുക്കുകയും അതിന്റെ എക്സർസൈസസ് ആൻഡ് ഹോംവർക്ക് കൃത്യമായി ചെയ്തു പോരുകയും ചെയ്താൽ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നത് മൂലം ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുവാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാൻ പരമാവധി സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് വീക്കിലി ഇവാലുവേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊരു പാത ഉണ്ടാക്കി തരികയാണ്. ആരെങ്കിലും ചോദിക്കാനുണ്ടാവുകയും നമ്മളെ തോണ്ടാനുണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒളിച്ചോടാനൊരു അവസരം അധികം കിട്ടില്ല. അപ്പം മെന്റർമാരും ലേൺവേഴ്സിന്റെ പ്രതിനിധികളും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കുകയും ഇതൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവരിങ്ങനെ കൂടെ വിളിക്കുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നത് ശരിയല്ല, റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു ബോധം നമ്മളുടെ ഉള്ളിൽ ഒരു ത്വരയായിട്ട് മാറുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ മന്ത്ലി ഇവാലുവേഷൻ മീറ്റിംഗ്സ് നടക്കാറുണ്ട്. ഓരോ മാസവും നമ്മുടെ അതാത് മാസത്തെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, നമ്മുടെ പഠന മികവ് എങ്ങനെയായിരുന്നു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, ഇത് സംബന്ധിച്ച് ഇവാലുവേഷൻ നടത്തുകയും അതിന് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലാംഗ്വേജ് കൃത്യമായി തരാറുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ അസൈൻമെന്റിന്റെ കാര്യം പലരും സൂചിപ്പിച്ചു. അസൈൻമെന്റ് തനിയെ എഴുതുന്നതിന് എന്താണ് അസൈൻമെന്റ് എന്നും അത് എങ്ങനെ എഴുതണമെന്നും പലർക്കും ഐഡിയ ഉണ്ടാകാൻ സാധ്യതയില്ല. ആ സാഹചര്യത്തിൽ അസൈൻമെന്റ് എന്താണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിന്റെ മാതൃക എന്താണെന്നും ഒക്കെ നമുക്ക് ഇവര് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഒരു കാരണവശാലും ആരെങ്കിലും തരുന്ന, അത് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ പോലും തരുന്ന അസൈൻമെന്റ് അതേപോലെ കോപ്പി അടിക്കരുത്. കാരണം ലാംഗ്വേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളതിൽ 100 കണക്കിന് പേരുള്ളപ്പോൾ ഈ 100 കണക്കിന് പേരുടെയും അസൈൻമെന്റ് ഒരേ തരത്തിൽ യൂണിവേഴ്സിറ്റിക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം കോപ്പിയാണെന്നൊരു ബോധം അവർക്ക് ഉണ്ടാവുകയും മാർക്ക് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
ലേൺവൈസ് തരുന്ന മാതൃകാ അസൈൻമെന്റ് നോക്കി മനസ്സിലാക്കുകയും നമുക്ക് തരുന്ന SLM പുസ്തകം വായിച്ച് മനസ്സിലാക്കുകയും ഇന്റർനെറ്റും അതുപോലെ തന്നെ ChatGPT പോലുള്ള മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളും കൂടെ പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടേതായ ഒരു ഭാഷയിൽ അസൈൻമെന്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. 85 to 90 ആണ് എന്റെ മാർക്സ് അസൈൻമെന്റിന് കിട്ടിയിട്ടുണ്ട്. എബവ് 90 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എനിക്കൊന്ന് സൂചിപ്പിക്കുവാനുണ്ട്. പിന്നെ എക്സാം വീഡിയോ ഉണ്ട്, മറ്റേ നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസർ കീ നമുക്ക് ഓൺലൈനായിട്ട് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലേൺവൈസ് വിവിധ മേഖലകളിലായി വിവിധ രീതിയിൽ സജ്ജമാക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ക്യാപ്സൂൾസ് ഒക്കെ കൃത്യമായി ഉപയോഗിച്ച് യഥാസമയം പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് പരീക്ഷ പേടി കൂടാതെ പരീക്ഷയ്ക്ക് ആശങ്കപ്പെട്ട് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതെ ഓഫ് ഹാൻഡ് ആയിട്ട് കോൺഫിഡൻസോടുകൂടി പരീക്ഷ പോയി എഴുതുവാനും നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനും നമുക്ക് അവസരം ഉണ്ടാകുന്നതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഇതാണ് ലേൺവൈസിനെ സംബന്ധിച്ച് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നത്, ഇവിടെ ഇന്ന് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷന് കാരണഭൂതമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇത് എന്റെ ഒരു സെൽഫ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ പൊക്കിക്കാണിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കരുതണ്ട. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വമേധയാ ബോധ്യമാകും എന്നും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോൾ 63 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. ഞാൻ 36 വർഷത്തെ സർവീസ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഡൈനിങ് ഹാർനസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടെസ്റ്റ് എഴുതി പാസ്സായി ഡൽഹിയിൽ ഗവൺമെന്റ് ജോലി നേടിയ ഒരാളാണ് ഞാൻ. അതിനുശേഷം ഇവിടെ കേരളത്തിൽ മുനിസിപ്പൽ സർവീസിൽ അപ്പോയിന്റ്മെന്റ് ആയപ്പോൾ തിരിച്ച് അവിടുത്തെ ജോലി രാജിവെച്ച് തിരിച്ചു പോകുന്നയാളാണ്. ഇവിടെ വന്ന് കേരളത്തിൽ ജോലി ചെയ്തു. UD ക്ലർക്കായി, റവന്യൂ ഇൻസ്പെക്ടറായി, സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് മുനിസിപ്പൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് PSC അങ്ങനെ അതിൽ ക്വാളിഫൈഡ് ആയി ഞാൻ മുനിസിപ്പൽ സെക്രട്ടറി ആയി. അങ്ങനെ 30 വർഷത്തെ മുനിസിപ്പൽ സേവനത്തിന് ശേഷം മുനിസിപ്പൽ സെക്രട്ടറി സംവിധാനത്തിൽ നിന്ന് കൺസ്യൂമർ കോർട്ടിലെ ജഡ്ജി ആയിട്ട് ഞാൻ ഇപ്പോൾ കൽപ്പറ്റയിൽ ജോലി ചെയ്തു വരികയാണ്. അപ്പൊ ഇങ്ങനെ ഈ ജോലി നിർവഹിച്ച് വരുന്നതിനിടയിലാണ് ഞാൻ എൻ്റെ MCom പ്ലസ് LLB കോഴ്സ് പൂർത്തിയാക്കുന്നത് പഠനത്തോടൊപ്പം. ഇങ്ങനെ പഠനത്തോടൊപ്പം MCom-ഉം LLB-യും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 20 വർഷത്തിലധികം ഞാൻ വിവിധ റെപ്യൂട്ടഡ് പാരലൽ കോളേജിൽ അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ പഠനവും അധ്യാപനവും സർക്കാർ സർവീസും അതേ സമയത്ത് തന്നെ ഞാൻ ആലപ്പുഴ മുനിസിപ്പൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് 8 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ സേവനങ്ങളെല്ലാം ചെയ്തു വരുന്നതിനിടയിൽ ഏകദേശം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 35-ലധികം ട്രെയിനിങ് കോഴ്സുകൾ പൂർത്തിയാക്കുകയും അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ സ്വായത്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നേരത്തെ പറഞ്ഞതുപോലെ പരിശ്രമം ചെയ്യുകയും പാരിൽ എന്തിനേയും വശത്തിലാക്കാം. നമ്മൾ പരിശ്രമിക്കണം. ഇത് കൂടാതെ ഞാൻ ഇപ്പോൾ 2011 മുതൽ തൃശ്ശൂരുള്ള കില എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ കേട്ട് കാണും കുറച്ചു പേർ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. സർക്കാർ ജീവനക്കാർക്കും, അതായത് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും, അതുപോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന മുനിസിപ്പൽ ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ,
പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർമാർ, ഡെപ്യൂട്ടി മേയർമാർ മുതലായ ആൾക്കാർക്ക് നഗരഭരണം എന്താണെന്നും പഞ്ചായത്ത് ഭരണം എന്താണെന്നും അത് എങ്ങനെ നിർവഹിക്കണമെന്നും മുനിസിപ്പാലിറ്റീസ് ആക്ടിൽ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനുകളിലെയും ഭരണം സുഗമമാക്കുന്നതിനുള്ള അർബൻ മാനേജ്മെന്റിലെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടും ഞാനിപ്പോൾ കിളിയിൽ വർക്ക് ചെയ്ത് വരികയാണ്. പിന്നെ ഇതെല്ലാം എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ കാരണമുണ്ട്. ഞാന് 10 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു വലിയ ദരിദ്ര കുടുംബത്തിലെ 4ാമത്തെ പുത്രനായിട്ട് ജനിച്ചയാളാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി കഴിക്കുവാൻ സാഹചര്യമില്ലായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വളർന്നത്. എന്തിനേറെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനോ അതല്ലെങ്കിൽ ഒരു നേരമെങ്കിലും കോളേജിൽ ഭക്ഷണം കൊണ്ടുപോയി പഠിക്കുവാനോ അവസരം കിട്ടിയിട്ടില്ല. പട്ടിണിയിരുന്നും പരിദേവനങ്ങളും പരിഭവങ്ങളും പരാതികളുടെയും ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ എൻ്റെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ MCom, LLB, അതുപോലെ ഇപ്പോൾ MA PC, MA സൈക്കോളജി ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വന്നു. ഇപ്പൊ എനിക്ക് ദാരിദ്ര്യമോ പരാതികളോ ബുദ്ധിമുട്ടുകളോ യാതൊന്നുമില്ല. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആണ്, ഇപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ആരും എന്നെ ബ്ലെയിം ചെയ്യാനില്ല. നോബഡി ടു ബ്ലെയിം മീ. ഐ ആം നൗ ലിവിങ് എ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ ഹോപ്പ്, റെസിലിയേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ, ആഗ്രഹം. ആ പ്രതീക്ഷ, ആഗ്രഹം എന്ന് വാക്കിലുണ്ടായ പോരാ, അതിനോടുകൂടി പരിശ്രമിക്കുവാനുള്ള ഒരു പ്രവർത്തനം കൂടെ നമ്മൾ ആവിഷ്കരിക്കണം. ഇച്ഛാശക്തി ഉണ്ടാകണം. റെസിലിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വീഴുന്ന സ്ഥലത്ത് നിന്നും പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ. അങ്ങനെ ഒരു റെസിലിയൻസും അതിനെ ഒരു ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനവും ഉണ്ട് എങ്കിൽ, അതിനോടൊപ്പം പരിശ്രമം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലായിരുന്നു എങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ ഒരു ഒതുങ്ങിക്കൂടാൻ ഞാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, എന്റെ പരിദേവനങ്ങളിൽ ഞാൻ അടർന്നു വീഴാൻ പാകത്തിന് നിന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ആകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ തലമുറ അടുത്തുള്ളത് ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിത പന്ഥാവിലേക്ക് ഉയർന്നു വരികയാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം അത്തരത്തിൽ ഉയർന്നു വരണമെങ്കിൽ ഞാൻ പ്രയോഗിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഉയർത്തെഴുന്നേക്കുവാനും പരിശ്രമിക്കുവാനും നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മുടെ ലാംഗ്വേജും ഹനാവും നിങ്ങൾക്ക് പ്രേരക ശക്തിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു പ്രേരക ശക്തി ആയതുകൊണ്ടാണ് ഇന്ന് ഈ ദിവസം തന്നെ എനിക്ക് MA സൈക്കോളജിയുടെ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ പരീക്ഷ പൂർത്തിയാക്കിക്കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇവാലുവേഷൻ അനുസരിച്ച് എനിക്ക് MA സൈക്കോളജിക്ക് 72% മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കലിന്റെ മാർക്ക് കൂടെയാണ് വരാനുള്ളത്. അതിപ്പോ 1 മാസത്തിനകം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടുകൂടി എന്റെ കോഴ്സ് പൂർത്തിയാകുകയാണ്. അങ്ങനെ എന്റെ കോഴ്സ് ഒരു തടസ്സവുമില്ലാതെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് എനിക്ക് ആത്മവിശ്വാസം തരികയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ഹന മാമിന് ഞാൻ പ്രത്യേകം ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുന്നു. അതുപോലെ ലേൺവൈസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സുബകൻ സർ ഫോർ യുവർ വണ്ടർഫുൾ സ്പീച്ച്. നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയാണ് അല്ലെ. എത്രമാത്രം സ്ട്രഗിളിങ് ആണെങ്കിലും, എത്രമാത്രം നമുക്ക് അല്ലെ പഠനത്തോടുകൂടെ നമ്മുടെ ജോലിയും കാര്യങ്ങളും ഏജ് ആണെങ്കിലും ഒന്നും ഒരു തടസ്സമല്ല. എല്ലാത്തിനെയും നമുക്ക് ഓവർകം ചെയ്തിട്ട് നമ്മളുടെ കരിയറിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മളുടെ അലൂമിനി ആയിട്ടുള്ള ലേണേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലേണേഴ്സ് എസ്പെഷ്യലി. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഈ ഹന മാമത്തെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല എന്ന് എനിക്കറിയാം.
എനിക്ക് 63 വയസ്സാണ്. ഹനാവിന് എന്ത് പ്രായമൊന്നും അറിയത്തില്ല. എത്രയാണെങ്കിലും ശരി എന്റെ മകളാകാനുള്ള പ്രായമേ ഉള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ ഗുരുനാഥ എന്നുള്ള നിലയിലും ഒരു സഹോദരി എന്നുള്ള നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും എനിക്ക് വളരെയേറെ മോട്ടിവേഷൻ തന്ന ഒരാളാണ്. അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത് ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുവാൻ ഈ അവസരം ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച്. ഞാൻ മാത്രമല്ല, എല്ലാ മെന്റേഴ്സും എല്ലാരും ഇവിടെ ടീം മെമ്പേഴ്സ് എല്ലാവരും നല്ല അടിപൊളിയാണ് ഇവിടുത്തെ. നമുക്ക് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ മെന്റേഴ്സും നിങ്ങൾ ഇതിനോടകം നിങ്ങൾ നല്ല പരിചയപ്പെട്ട നല്ല സുഹൃത്തുക്കളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും അടിപൊളിയാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറാം. ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന അലുമിനി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പുതിയ വന്ന ന്യൂ ലേണേഴ്സ് അല്ലെ, ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷനിലിരിക്കുന്ന കുറച്ച് ലേണേഴ്സ് ഉണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി, ഈ ഒരു സമയമാണെങ്കിൽ ഇപ്പം ടൈം ആയിട്ടുണ്ട്, ഈ ഒരു സമയത്ത് ആണെങ്കിലും ബാക്കിയുള്ള തിരക്കുകളും ഒക്കെ മാറ്റി വെച്ചപ്പോ സുഗോൻ സാറൊക്കെ എക്സാം എഴുതി വന്ന് നേരെ ഇരിക്കുകയാണ്. അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി വന്ന് സംസാരിച്ചതിന് ലേൺ വൈസ് ടീമിന്റെ ഒരു ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ ഹിയർ ഐ വുഡ് സേ താങ്ക് യു സോ മച്ച് ടു ഓൾ ദ ലേണേഴ്സ്. ഇവിടെ വന്ന നമ്മള് ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സിനും, ഇവരെ കേട്ടിരുന്ന അറ്റൻഷനോടുകൂടി എല്ലാരെയും കേട്ടിരിക്കുകയും അത് നമ്മള് പ്രായോഗികമായിട്ട് നമുക്കത് എടുക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആൻഡ് ഞാൻ സെഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ദുർഗ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു ദുർഗ മാം. Thank you once again, and also big thank you again to all our alumni. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തതിന്, അല്ലെങ്കിൽ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ അല്ലെങ്കിൽ ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള ലേണേഴ്സിനെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം പലരും ഇതുവരെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാത്ത ലേണേഴ്സ് ആണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ നല്ല രീതിയിലെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ക്ലാസ്സസ് കണ്ടു തുടങ്ങുക. ഡെയിലി ഒരു 1 വീഡിയോ എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ കണ്ടു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം കേട്ട എക്സ്പീരിയൻസസിൽ നിന്നും എവിടെയാണ് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ളത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് അത് ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മൈൻഡിൽ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൂടെ നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമുക്കറിയാം നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ്, പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. സോ നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് എന്നുള്ളത് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ബ്രേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓവർകം ചെയ്ത് ആ ഒരു സ്റ്റഡീസിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിലാണ് നമ്മുടെ ഒരു പവർ എന്ന് പറയുന്നത്. ആ ഒരു തിരിച്ചു വരവിനായിരിക്കണം നമ്മൾ ഈ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സസ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് എന്റെ ഭാഗത്ത് ഞാൻ പറയുകയാണ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട, അതായത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള UG ആൻഡ് PG ലേണേഴ്സ് എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഇവിടെ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കമ്മിങ് വീക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി റൊട്ടീനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് ഒരു പ്ലഡ്ജ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ നിങ്ങൾ കഴിഞ്ഞ ഈ ഏതെങ്കിലും ഒരു മെത്തേഡ്സ് നിങ്ങളുടെ വീക്കിലേക്ക്, ഇനി വരുന്ന വീക്കിലേക്ക് അത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ ലേണിംഗ് ജേർണി കംപ്ലീറ്റ് ആവുന്ന രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മൾ കഴിഞ്ഞ പാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇനോഗ്രേഷൻ സെഷൻ മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഫോം ഷെയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ സെഷൻസിലൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് വിസിബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു ഫോമാണ് ന്യൂ ഹൊറൈസൺ ലേണർ പ്രൊഫൈൽ ഫോം. ഈ ഒരു ഫോമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് എന്നുള്ളത് ലേൺ വൈസിനെ മനസ്സിലാക്കി തരുന്ന ഒരു ഗൂഗിൾ ഫോം ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വേ കൂടിയാണ് ഈ പറയുന്ന ന്യൂ ഹൊറൈസൺ ലേണർ പ്രൊഫൈൽ ഫോം എന്നുള്ളത്. സോ ഇത് ആരെങ്കിലും ഇതുവരെ ഫില്ല് ചെയ്യാത്തവരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഫില്ല് ചെയ്യുക. ഇത് അവൈലബിൾ ആവാത്ത ലേണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ് ആൻഡ് LSEസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ പാസ്റ്റ് 1 വീക്ക് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ലേൺ വൈസിന്റെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കമ്മിങ് 16th ഫെബ്രുവരി മൺഡേ നമുക്ക് അഗെയിൻ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്ന സെഷനാണ്
മൈൻഡ് ആൻഡ് മൊമെന്റം മെന്റൽ ഹെൽത്ത് ഫോർ അഡൽട്ട് ലേണേഴ്സ്. ഈ ഒരു സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ലേൺ വൈസിനൊപ്പം മോസ്റ്റ് ഓഫ് ദ ലേണേഴ്സ് എന്ന് പറയുന്നത് അഡൽട്ട് ലേണേഴ്സ് തന്നെയാണ്. സോ അവരുടെ മെന്റൽ ഹെൽത്ത് കൂടി നമ്മൾ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് കണ്ടീഷനിൽ എങ്ങനെ നമ്മൾ ഈ ഒരു ജേർണി മെന്റൽ ഹെൽത്ത് കൂടി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം, കംപ്ലീറ്റ് ചെയ്യാം, സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻ ആയിരിക്കും കമ്മിങ് സെഷൻ എന്ന് പറയുന്നത്. സോ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, നിങ്ങളുടെ പ്രസൻസ് ഒരു സെഷൻസിൽ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ കമ്മിങ് സെഷൻസിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഫൈനലി ഞാൻ നിങ്ങൾ എല്ലാവരോടും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള മെന്റേഴ്സ്, അലുമിനീസ് ആൻഡ് നമ്മളുടെ ലേണേഴ്സ്, അതുപോലെ തന്നെ ലേൺ വൈസിലെ കോ മെമ്പേഴ്സ് എല്ലാവരോടും താങ്ക് യു പറയാണ്. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.